वासुदेवाय। ओम नमो भगवते 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 वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो
വിഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ നമ ആചാര്യപാദായ ഹിതായ കൃപപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമതാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര വാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. അപ്പം നമ്മള് ഭാഗവതാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി. അപ്പോൾ ഭാഗവത്തിൽ നമ്മൾ രണ്ടാമത്തെ സ്കന്ധത്തില് 6ാമത്തെ അധ്യായം എടുക്കുന്നത് പുരുഷ സൂക്ത സ്ഥിരീകരണം. അതിൽ നമ്മൾ മുൻപ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഫസ്റ്റ് നാരദ മഹർഷിക്ക് ഒരു സംശയം വന്നു. ഓർമ്മയുണ്ട്, ബ്രഹ്മാവാണ് ഈശ്വരൻ എന്ന്. ഇപ്പൊ ഓർമ്മയുണ്ട? അങ്ങനെ സംശയം വന്നപ്പോൾ അത് ചോദിച്ചു. കാരണം ബ്രഹ്മാവിന്റെ അത്ഭുത സൃഷ്ടികർമ്മം കണ്ടപ്പോൾ നാരദ മഹർഷി തോന്നി ബ്രഹ്മാവ് തന്നെയാണ് ഈശ്വരൻ, വേറൊരാളില്ല എന്ന് തോന്നിയിട്ട് ആ സൃഷ്ടികർമ്മത്തിന് അപ്പോൾ ബ്രഹ്മാവിനെ ഈശ്വരൻ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം കാണാണ് ബ്രഹ്മദേവൻ ആരെയോ ധ്യാനിക്കണത് നാരദ മഹർഷി കാണുകയാണ്. അപ്പൊ നാരദ മഹർഷിക്ക് സംശയം വന്നു, ഇദ്ദേഹമാണ് ഈശ്വരനെങ്കിൽ പിന്നെ ഇദ്ദേഹം ആരെയാണ് ധ്യാനിക്കണമെന്ന്.
അങ്ങനെ സംശയം ചോദിക്കുകയാണ് ആര്? നാരദ മഹർഷി ബ്രഹ്മദേവനോട്. അങ്ങ് ആരെയാണ് പൂജിക്കുന്നത്? അങ്ങയുടെ അത്ഭുത സൃഷ്ടികർമ്മം കാണുമ്പോൾ അങ്ങാണ് ഈശ്വരൻ, അങ്ങേക്കളും മേലെ ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ അങ്ങ് ആരെയാണ് പൂജിക്കുന്നത്, പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് നാരദ മഹർഷി അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിങ്ങനെ കണ്ടത്. സർവകാരണക്കാരനൊക്കെ പഠിച്ചു. ഇപ്പൊ ഇനി പുരുഷ സൂക്ത സ്ഥിരീകരണം, അതിന്റെ കണ്ടിന്യൂഷനാണ്. അപ്പൊ നമ്മൾ 14 ലോകങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. മറന്നുണ്ടോന്ന് അറിയില്ല. 14 ലോകങ്ങൾ ഭഗവാന്റെ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് അങ്ങനെ ആ താമരത്തണ്ട് വരെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുവരെയുള്ള ഭാഗത്തിന് ആ നാഭി മുതൽ താമരത്തണ്ടിന്റെ അറ്റം, അതായത് ബ്രഹ്മദേവൻ ജനിച്ച അത്രയും സ്ഥലത്ത് ആ ഭാഗത്തിലാണ് വിശ്വരൂപം. ഭഗവാൻ ആ വിശ്വരൂപം കൈക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഫുൾ ഭാഗമാണ്. ഈ 14 ലോകം മുഴുവനായിട്ടാണ് ഭഗവാൻ വിശ്വരൂപം ആയത്, വിശ്വരൂപമായി മാറിയത്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടോ. എന്നാലും നമുക്ക് ഈ കണ്ടിന്യൂഷൻ ആകുമ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. അതാണ് പറഞ്ഞു. സർവ്വകാരണങ്ങളുടെയും കാരണം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഇവിടെ പിന്നെ കുറെ ലോകങ്ങളുടെ പേര് പറഞ്ഞു. ഈ 14 ലോകങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? സിദ്ധലോകമില്ല. പിന്നെ മുകളിലുള്ള കുറെ ലോകങ്ങൾ പറഞ്ഞല്ലോ. ഭൂലോകം, ഭൂർലോകം, പിന്നെ മഹർലോകം, തപോലോകം, പിന്നെ ബ്രഹ്മലോകം, സ്വർഗലോകം പറഞ്ഞു. അങ്ങനെ 7 എണ്ണം മുകളിലും 7 എണ്ണം താഴെ. ഇത് മുഴുവൻ എങ്ങനെയാണ്? മൊത്തം ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭീന്ന് എങ്ങനെ അതുവരെ നാഭീന്ന് ഒരു താമര വന്നു. ആ താമരത്തിന്റെ അറ്റം മുതൽ തണ്ട് തുടങ്ങണ നാഭി വരെയുള്ള ഭാഗമാണ് ഈ 14 ലോകങ്ങൾ. അവിടെയാണ് അതാണ് വിശ്വരൂപം. ഈ 14 ലോകത്തിലാണ് വിശ്വരൂപമായിരിക്കുന്നത്. അപ്പൊ വിശ്വരൂപത്തിനെ പറയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം ഈ വിശ്വരൂപത്തിന്റെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വരൂപത്തിലാണ് 14 ലോകങ്ങൾ നിൽക്കണമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കണം. ആർക്കാ പറഞ്ഞു കൊടുക്കണം? നാരദ മഹർഷിക്ക് കേട്ടോ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ? നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ ഞാനല്ല ഈശ്വരൻ, ഈശ്വരൻ ഭഗവാൻ കൃഷ്ണനാണ്. അത് എങ്ങനെയൊക്കെയാണ്? കൃഷ്ണൻ എങ്ങനെ വിസ്തരിച്ച് ഗർഭോദകശായി വിഷ്ണുവായി, ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് താമര വന്നു. ഈ താമരത്തണ്ടിലാണ് 14 ലോകം. ഈ 14 ലോകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഭഗവാൻ വിശ്വരൂപം എടുത്തു. ആ വിശ്വരൂപത്തിന്റെ വക്രത്തെ കുറിച്ചാണ് നീ പറയണത് കേട്ടോ. അപ്പോഴാണ് നീ മനസ്സിലാവുള്ളൂ ഈ പുരുഷ സൂക്ത സ്ഥിരീകരണം മനസ്സിലാക്കാനായിട്ട്. ഇത്തിരി ബുദ്ധിമുട്ടില്ല. എന്താണ് സഹസ്രശീർഷ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങല്ലേ? പുരുഷ സൂക്തം കേട്ടില്ലേ? സഹസ്രപാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ്. അതിന് 1000കണക്കിന് കൈകൾ, 1000കണക്കിന് കാലുകൾ, 1000കണക്കിന് തലകള്. അതാണ് സഹസ്രശീർഷ പറഞ്ഞാൽ എന്താ? 1000കണക്കിന് ശീർഷം, തല. സഹസ്രപാദ് പറഞ്ഞു കഴിഞ്ഞാൽ 1000കണക്കിന് പാദങ്ങളൊക്കെ ഉള്ളതാണ് വിശ്വരൂപം. അതാണ് പുരുഷ സൂക്തം. കേട്ടില്ലേ പുരുഷ സൂക്തം? യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റും. ആ പുരുഷ സൂക്തത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. സ്ഥിരീകരണമാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ബ്രഹ്മാവ് നാരദനോട് പറയാണ് ഭഗവത് വിശ്വരൂപത്തിലെ വിഭവങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇനി മനസ്സിലാവും ഒരു ഐഡിയ കിട്ടി നമ്മൾ ഏത് ഭാഗം പറയാൻ പോണെന്ന്. ആ വിശ്വരൂപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. 14 ലോകങ്ങളാണ് ഈ വിശ്വരൂപം നിൽക്കുന്നത്, അതിനപ്പുറത്തേക്കല്ല. അപ്പോ ശബ്ദത്തിന്റെ ഉൽപ്പത്തി ഈ വിരാട് പുരുഷൻ, ഈ വിശ്വരൂപത്തിന് പറയുന്ന പേരാണെന്ത്? വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷന്റെ വക്രം, വായിൽ നിന്നാണ് എന്തുണ്ടായത്? ശബ്ദമുണ്ടായത്. ശബ്ദത്തിന്റെ ഉൽപ്പത്തി. ഇനി നിയന്ത്രകൻ, അതിലെ അഗ്നിയാണ് വിരാട് പുരുഷന്റെ. ഇനി വിരാട് പുരുഷന്റെ ത്വക്ക് എന്ന് പറയുമ്പോൾ അറിയില്ലേ? തൊലി, പിന്നെ ഷഡ്പാളികൾ, 6 പാളികളുണ്ട് ശരീരത്തിന്റെ. അതാണ് വേദമന്ത്രങ്ങളുടെ ഉൽപ്പത്തി അവിടെ നടന്നത്. വിരാട് പുരുഷന്റെ ത്വക്കിൽ നിന്നും ശരീരപാളികളിൽ നിന്നാണ് വേദമന്ത്രങ്ങൾ ഉണ്ടാവുന്നത്. ഇനി വിരാട് പുരുഷന്റെ ജിഹ്വ, വായിൽ നിന്ന് തന്നെയാണ് വിവിധ ഭോജ്യ വസ്തുക്കളുടെ ഉൽപാദനം. കംപ്ലീറ്റ് വിരാട് പുരുഷനാണെന്നാ പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു വരികയാണ്. വിരാട് പുരുഷന്റെ ജിഹ്വയിൽ നിന്നാണ്. ഇനി വിരാട് പുരുഷന്റെ നാസാരന്ധ്രങ്ങൾ, മൂക്കാണ് നമ്മുടെ പ്രാണവായുവിന്റെ ജനന കേന്ദ്രം. പ്രാണവായു, എല്ലാ വായുക്കളും, എല്ലാ പ്രാണവായു ഇവിടെ വായു ആയിട്ടുള്ളത് മുഴുവൻ വിരാട് പുരുഷന്റെ നാസികയിൽ നിന്നുള്ളതാണ്. വിരാട് പുരുഷൻ ഈശ്വരനെ അങ്ങനെ ഫുള്ളായിട്ട് കാണണം നമ്മൾ, വിരാട് പുരുഷനായിട്ട് കാണണം. ഇനി ഘ്രാണശക്തി, ചെവി ഭഗവാന്റെ സർവ്വവിധ ഔഷധികളും, ഘ്രാണശക്തി മൂക്കിൽ ഗന്ധം വലിച്ചെടുക്കും, സർവ്വവിധ ഔഷധികളുടെയും അശ്വിനി കുമാരദേവന്മാരുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഘ്രാണശക്തിയിൽ നിന്നാണ് ഭഗവാന്റെ. സർവ്വവിധ ഔഷധികൾ ഉണ്ടാവണത് അശ്വിനി കുമാരന്മാരാണ്. ആരാണ് കേട്ടിട്ടില്ലേ? അവരാണ് ഈ ഡോക്ടർമാരാണ്, വൈദ്യന്മാരാണ് അശ്വിനി കുമാരന്മാര്. അപ്പൊ അതിന്റെ ഉൽപ്പത്തി ഭഗവാന്റെ ഘ്രാണശക്തിയിൽ നിന്നാണ്.
ഇനി ശ്വസന ശക്തി, ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള ഗന്ധങ്ങൾ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ഗന്ധങ്ങളും ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നാണ്. അപ്പൊ സർവ്വതും നമ്മൾ വിശ്വരൂപമായിട്ട് കാണണം. വിശ്വരൂപത്തിന്റെ നേത്രങ്ങള്, ഭഗവാന്റെ നേത്രങ്ങൾ എല്ലാ രൂപങ്ങളുടെയും ജനക കേന്ദ്രം. ഈ രൂപങ്ങൾ ഉണ്ടാവണത് അല്ലെ, രൂപങ്ങൾ കാണാൻ പറ്റുന്നൊക്കെ ഭഗവാന്റെ നേത്രം ഉള്ളത് കൊണ്ടാണ് അല്ലെ, ഭഗവാന്റെ നേത്രത്തിലൂടെയാണ്. ഇനി ഭഗവാന്റെ കർണങ്ങൾ, ഇതാ ഞാൻ മാറിപ്പറഞ്ഞ ഗ്രാണശക്തിന്. കർണങ്ങൾ പറഞ്ഞാൽ ചെവി. ചെവി സർവ്വദിക്കുകളെയും കേൾക്കുന്നു എന്ന് ഭഗവാൻ. നമ്മളിപ്പോ സർവ്വദിക്കുകളും കേൾക്കുമോ അല്ലേ? നമുക്ക് ഒന്ന് പകുതി കുറച്ചൊരു സമയമുണ്ട്, കുറച്ച് ദൂരമുണ്ട് കേൾവിക്ക്. ഭഗവാൻ സർവ്വദിക്കുകളും തിരുവനന്തപുരത്ത് വെച്ചിട്ട് ആരെങ്കിലും ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പറയണെങ്കിൽ എവിടെ ഇരുന്ന് ഭഗവാൻ അവിടെ കേൾക്കും അല്ലേ? അമേരിക്കയിൽ ഇരുന്ന ഒരാൾ സംസാരിക്കുന്ന ഇവിടെ ഇരുന്ന് ഭഗവാൻ അത് കേട്ടു. സർവ്വദിക്കുകളെയും ഭഗവാൻ കേൾക്കുന്നു അല്ലെ. അപ്പൊ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ലേ, ആര് കേട്ടില്ലെങ്കിലും ഭഗവാൻ കേൾക്കും എന്ന് പറയണം അല്ലെ. പണ്ടല്ലേ ചുമരിന് പോലും ചെവിയിലൊരു ചുമരിനല്ല ചെവി, ഭഗവാനാണ് ചെവി അല്ലെ. ഭഗവാൻ കംപ്ലീറ്റ് കേൾക്കും അല്ലെ. ഇനി ഗാത്രം. ഗാത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരമാണ് അല്ലെ. സർവ മംഗളമായ എല്ലാവിധ ഉപായങ്ങളുടെയും ഉത്പാദന നിലം ഭഗവാന്റെ ശരീരമാണ്. ചർമ്മം, ഭഗവാന്റെ ചർമ്മം, തൊലി, എല്ലാവിധ സ്പർശന അനുഭവങ്ങളുടെയും ഉൽപ്പത്തി കേന്ദ്രം. ശരീര രോമങ്ങൾ, ഭഗവാന്റെ ശരീര രോമങ്ങളാണ് സസ്യജാലങ്ങൾ എന്ന്. അപ്പൊ എന്തിനെങ്കിലും വെറുക്കാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ. ശരീര രോമങ്ങളാണ് സസ്യജാലങ്ങൾ അല്ലെ. നഖങ്ങൾ ആണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്, ഭഗവാന്റെ നഖങ്ങൾ. ശിരോരോമങ്ങളിലെ മേഘങ്ങൾ നിൽക്കുന്നു ഭഗവാന്റെ ശിരോരോമത്തില്. ഭഗവാന്റെ കൈയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സകല ആളുകളും, സകല ദേവീ ദേവന്മാരും സകല ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് വരുന്നത് ഭഗവാന്റെ കൈകളാണെന്ന്. നമ്മളെ രക്ഷിക്കാൻ വരില്ലേ? നമുക്കിപ്പോ ഒരു ഭൂകമ്പം ഉണ്ടായി, രക്ഷിക്കാൻ വരും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആരുടെ രൂപത്തിൽ വരും? ഏതെങ്കിലും ആളുകളുടെ രൂപത്തിൽ വന്നിട്ട് രക്ഷിക്കും. അപ്പൊ ഭഗവാന്റെ കൈ, അതാണ് ജീവസത്തകളെ സംരക്ഷിക്കുന്ന നായകന്മാരുടെ പ്രവർത്തനങ്ങൾ ഭഗവാന്റെ കൈകളാകുന്നു. പിടികിട്ടിയ. ഇനി ഭഗവാൻ കാരണമായി മുന്നേറുന്ന പുരോഗമന നടപടികൾ അധമമാണ്. ഇനി ഭഗവാനെ വിചാരിച്ചിട്ട് നമ്മൾ പുരോഗമന കാര്യങ്ങൾ ചെയ്യുന്നത് അധമമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ രക്ഷയായിട്ടിരിക്കുന്നത്. ഭഗവാന്റെ പാദത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വിരാട് പുരുഷന്റെ ജനനേന്ദ്രിയമാണ് ജലം, മഴ, ബീജം ഒക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ എല്ലാ ധാന്യങ്ങളും ഉണ്ടാവുന്ന ആര് കാരണമാണ്? വിരാട് പുരുഷന്റെ ആരാണ്? മഴ. മഴ എന്ന് പറയുന്ന വിരാട് പുരുഷന്റെ ശുക്ലമാണെന്നാ പറയണത്. അതിൽ നിന്നാണ് ഉത്പാദനം ഉണ്ടാവണത്. ഇവിടെ ഭൂമിയിൽ കംപ്ലീറ്റ് ധാന്യങ്ങളും സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഉണ്ടാവണത് ഭഗവാനാണ്. എല്ലാത്തിന്റെ അച്ഛൻ ഭഗവാനാണ്. പിന്നെ ജനകന്മാർ, പ്രജാപതിമാരൊക്കെ ഉണ്ടാണ്. പ്രജാപതിമാരാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത് അല്ലെ. ആ പ്രജാപതിമാരൊക്കെ ഉണ്ടാവണത് ഭഗവാന്റെ ജനനേന്ദ്രിയത്തിൽ നിന്നാണ്. ഇനി നിർഗമദ്വാരം, യമന്റെ വാസസ്ഥാനാണെന്ന്. ഭഗവാന്റെ മലദ്വാരവും അതൊക്കെ യമന്റെ വാസസ്ഥാനം. പിന്നെ അസൂയ, നിർഭാഗ്യം, മരണം, പിന്നെ ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ സ്ഥാനമാണ് ഭഗവാന്റെ മലദ്വാരം എന്ന് പറയുന്നത്. ഭഗവാന്റെ പൃഷ്ഠം എന്ന് പറയുന്നത് എന്താണ്? ബാക്ക് ഭാഗം. അതാണ് അജ്ഞത, ദുർമാർഗം, ഇതൊക്കെ അവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. സിരകൾ, ഭഗവാന്റെ സിരകളിലൂടെയാണ് മഹാനദികള്, അരുവി ഇവയൊക്കെ പ്രവഹിക്കുന്നത് ഭഗവാന്റെ സിരകളിലൂടെയാണ്. ഭഗവാന്റെ അസ്ഥികളാണ് മഹാപർവ്വതങ്ങൾ. അപ്പൊ എവിടെ നോക്കിയാലും ഭഗവാനെ കാണാൻ പറ്റില്ലേ? പർവ്വതം കാണുമ്പോൾ ഭഗവാന്റെ അസ്ഥി ഓർമ്മ വരും അല്ലേ. മഴ കാണുമ്പോഴോ ഭഗവാന്റെ ബീജം ഓർമ്മ വരും. പിന്നെയോ പൃഷ്ഠം, ദുർമാർഗം, അജ്ഞത കാണുമ്പോഴൊക്കെ നമുക്ക് ഭഗവാന്റെ ബാക്ക് ഭാഗമാണ് ഓർമ്മ വരേണ്ടത് അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഭഗവാനിലേക്ക് തിരിച്ച് നമുക്ക് ഒന്നും അസത്തായിട്ട് തോന്നില്ല, ദോഷമായിട്ട് തോന്നില്ല. ഇനി വ്യക്തിശൂന്യവാദം പറഞ്ഞാൽ ഈശ്വരനില്ല, ഈശ്വരന്റെ രൂപമില്ല എന്നുള്ള വാദം മഹാസാഗരങ്ങളുടെ വാസസ്ഥാനമാണെന്ന്. മഹാസാഗരം എന്ന് പറഞ്ഞാൽ കടല്, കടലൊക്കെ ശൂന്യം അല്ലെ, വ്യക്തിശൂന്യം പോലെയല്ലേ കടലിരിക്കുന്നത്. അതാണ്. ഇനി ഭഗവാന്റെ ഉദരം ആത്മീയ ജീവസത്തകളുടെ വിശ്രമസ്ഥാനമാണ്. ഭഗവാന്റെ ഉദരത്തിലാണ് ജീവസത്തകളെല്ലാം വിശ്രമിക്കുന്നത്. എവിടെയാണ്? ഉദരത്തിൽ. ഈ പ്രളയം വന്നപ്പോൾ എല്ലാ ജീവസത്തകളും ഭഗവാന്റെ വയറിൽ പോയിട്ട് വിശ്രമിക്കും, വിശ്രമസ്ഥാനം. ഇനി ധർമ്മതത്വങ്ങളുടെ വാസസ്ഥാനമാണ് സനകാദികൾ. ഈ ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള സനൽകുമാരന്മാരില്ലേ, ആ 4 കുമാരന്മാർ, അവര് ധർമ്മതത്വങ്ങളുടെ വാസസ്ഥാനമാണ്. ഇനി പറയണത് ശ്രേഷ്ഠമായ ഋഷിമാര്, ദേവന്മാര്. ഇത് കംപ്ലീറ്റ് വിരാട് പുരുഷ വർണ്ണനയാണ് കേട്ടാ. ഗ്രാമർ പോലെ ഉണ്ടാവും. ചാപ്റ്റർ 6 പുരുഷ സൂക്ത സ്ഥിരീകരണം. ഇതിനെ ഒരു സിമ്പിളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ഗ്രാമർ പാർട്ട് ദഹിക്കാത്തതല്ലേ. ശ്രേഷ്ഠമായ ഋഷിമാര്, ദേവന്മാര്, അസുരന്മാര്, നാഗന്മാര്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്. നാഗന്മാര് പറഞ്ഞറിയാം, മനുഷ്യരറിയാം. പക്ഷി, മൃഗാദികള്, ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, തേജോഗോളങ്ങൾ എന്നീ സകലരും ഭഗവാന്റെ സനാതനമായ വിശ്വരൂപത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഈ കംപ്ലീറ്റ് സംഭവം ഭഗവാന്റെ വിശ്വരൂപം കൊണ്ട് ആവരണം ചെയ്തിരിക്കും. വിശ്വരൂപത്തിന്റെ ഉള്ളിലാണ് ഇതെല്ലാം. അതുകൊണ്ട് ഒന്നും നമ്മൾ പേടിക്കുക, എല്ലാം ഭഗവാന്റെ ഉള്ളം കയ്യിലാണ് അല്ലെ. പ്രഭുപാദ് എപ്പോഴും പറയണ്ട, ഒരു ഭൂകമ്പം വന്നു വൃന്ദാവനത്തിൽ വെച്ചിട്ടാൻ പറ്റുമോ, അപ്പോ എല്ലാം ഇളകി വീഴാൻ തുടങ്ങി. പ്രഭുപാദിന്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഓടുകയാണ്,
പ്രഭുപാദ് എനിക്ക് ഓടാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് മിണ്ടാതിന് ജപിക്കാൻ പറയും. ഇതെല്ലാം ഭഗവാന്റെ ഉള്ളം കയ്യിലാണ്. കൃഷ്ണൻ വിചാരിച്ചാൽ ഇതിപ്പോ നിൽക്കുന്നത്. മനസ്സിലായി? അപ്പൊ നന്നായി ജപിച്ചാൽ മതി. കാരണം ഭഗവാൻ ഈ വിരാട് പുരുഷന്റെ ഉള്ളിലാണ് സകല പ്രപഞ്ചവും. ഇനിയിപ്പോ എവിടെ കണ്ടാലും, ജപ്പാൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, എവിടെയായാലും ഭഗവാന്റെ അല്ലേ 14 ലോകങ്ങൾ എവിടെയാണ്? ഭഗവാന്റെ ഈ നാഭിയുടെ ഉള്ളം കൈ. ഭഗവാൻ നോക്കുമ്പോൾ ഒരു നാഭിയിൽ താമരത്തണ്ടിൽ അതൊക്കെ നിൽക്കണം അല്ലേ? നിസ്സാരം നമ്മളൊരു കോല് പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഭാവമുള്ളൂ ഭഗവാന്. നമുക്ക് എത്രയോ വലുതായി തോന്നും. അപ്പൊ നമ്മൾ ഭഗവാന്റെ കൈയിന്റെ ഉള്ളിലാന്ന് മനസ്സിലാക്കുമ്പോൾ ഏത് പ്രശ്നത്തിലും നമ്മൾ നാമം ജപിച്ചാൽ മതി. അതാണ് പ്രഭു, നാമം ജപിച്ചാൽ മതി. ഇതെല്ലാം ആ രൂപത്തിനുള്ളിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പരമദിവ്യോത്തം പുരുഷൻ അദ്ദേഹത്തിന്റെ വിശ്വരൂപത്തെ വിസ്തരിപ്പിച്ചുകൊണ്ട് ആന്തരികമായും ബാഹ്യമായും എല്ലാറ്റിനെയും പരിരക്ഷിക്കുന്നു. ഇനി ഭഗവാൻ ആന്തരികമായിട്ടുള്ളത് അന്തരംഗ ശക്തികള് ഭക്തന്മാരെയാണെങ്കിലും ബഹിരംഗ ശക്തികൾ ഭൗതികവാദികൾ ആരെയാണെങ്കിലും ഭഗവാനാണ് രക്ഷിക്കുന്നത്. എങ്ങനെ? ഭഗവാന്റെ ആന്തരികമായും ബാഹ്യമായിട്ടുള്ള എല്ലാറ്റിനെയും വിശ്വരൂപത്തെ വിസ്തരിപ്പിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യണോ? ഈ ഭൗതിക ശക്തിയെ എങ്ങനെ സംരക്ഷിക്കണം? ഭഗവാൻ വിശ്വരൂപത്തെയാണ് വെച്ചിട്ടാണ് സംരക്ഷിക്കുന്നത്. വിശ്വരൂപത്തെ വിസ്തരിപ്പിച്ച് കംപ്ലീറ്റ് ആവരണം പോലെ നിന്നുകൊണ്ട് ഭഗവാൻ സകല ഭൗതികതയെയും സംരക്ഷിക്കുന്നു. അപ്പൊ എവിടെ ചെന്നാലും ഭൗതികത ആത്മീയത എന്ന വ്യത്യാസം വേണ്ട. കംപ്ലീറ്റ് ആരുടെ കൺട്രോളിലാണ്? വിശ്വരൂപത്തിന്റെ അല്ലെ കൃഷ്ണ ഭഗവാന്റെ കൺട്രോളിലാണ്. ഭഗവാൻ അമരത്വത്തിന്റെയും നിർഭയത്വത്തിന്റെയും നിയന്താവാകുന്നു. നിർഭയം, ഭയമില്ലായ്മയുടെ. അമരത്വം പറഞ്ഞാൽ മരണമില്ലായ്മ. ഇതിന്റെയൊക്കെ കൺട്രോളറാണ് ഭഗവാൻ. ഭഗവാൻ സർവ്വ ഭൗതിക വിഭവങ്ങളുടെയും പരമസംഭരണി എന്ന് അറിയപ്പെടുന്നു. ഭൗതിക വിഭവങ്ങൾ നമുക്ക് കിട്ടണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് അല്ലേ? അതാണ് ഭഗവാനാണ് സംഭരണി. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരെയാണ് നമ്മൾ അല്ലെ വിളിക്കേണ്ടത്? ഹരേ കൃഷ്ണ നാമം, ഹരേ കൃഷ്ണ അല്ലെ? കൃഷ്ണന്റെ നാമം ജപിച്ച് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രശ്നവും സോൾവ് ആവും. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കില്ല നേരെ. അതാണ് ആ സമയത്ത് സ്വയം ഇങ്ങനെ സോൾവ് ചെയ്യാൻ നടക്കും. പല ആളുകളുടെ കാല് പിടിച്ച് ഇവിടെ ഇരുന്ന് ഒരു മാല ജപിച്ച പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരൊക്കെ കാല പിടിക്കുക അല്ലെ? വഴിക്കാണ് ആൾക്കാർ മുഴുവൻ പോയി അന്വേഷിക്കുക ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട്. സൊല്യൂഷൻ അടുത്തുണ്ട്, ആളടുത്തേക്ക് പോവില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ശക്തമായി നാമം ജപിക്കാൻ ഓരോ പഠിപ്പിക്കണം. ഭാഗവതം പഠിപ്പിക്കണം. എന്താ? നാമജപം അല്ലെ? വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ഭൗതിക വിഭവങ്ങളുടെയും പരമസംഭരണി ആരാണ്? ഭഗവാൻ. അപ്പൊ ഭൗതിക വിഭവം കിട്ടാൻ ആരുടെയെങ്കിലും കാല് പിടിക്കണ? ഭഗവാന്റെ കാല് പിടിച്ചാൽ മതി ഇല്ല? അത് നമുക്ക് തന്നെ വന്നു ചേരും. അതെങ്ങനെയാന്നൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലെ? എങ്ങനെ നാളികേരം വീഴാൻ മാതാജി? മാതാജിയില്ലേ നമ്മുടെ ശോഭന മാതാജി ഈ നാളികേരുടെ ആള് വരാണ്ടാവുമ്പോ മാതാജി ശനിയാഴ്ച ഈ നാളികേരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആവശ്യത്തിലുള്ള 2 നാളികേരം മാത്രമേ വീഴും പോണെന്ന്. അല്ല, ഇത് നമുക്ക് നിസ്സാരമായി തോന്നും പറയും. പക്ഷെ നമ്മുടെ ഒരു ആവശ്യം അപ്പം നടത്തി തരും ഭഗവാൻ. ഈ ഞായറാഴ്ച സത്സംഗത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുകൊണ്ടാണ് എനിക്ക് നാളികേരുടെ ആളെയും കിട്ടിയിട്ടില്ല. അപ്പൊ കറക്റ്റ് എത്ര ആവശ്യമുണ്ട് അത്ര വന്നത് കുറച്ച് കൂടുതൽ വീണൂടെ? കറക്റ്റ് ആവശ്യത്തിനുള്ള വീട്. അത് ഓരോരുത്തരും ഒരാളുടെ ഒരു അനുഭവം അല്ലേ? നമുക്കൊക്കെ ഉണ്ട് ആ അനുഭവങ്ങൾ അല്ലേ? അപ്പോ വാർദ്ധക്യം, രോഗം എന്നിവയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അമരത്വം, നിർഭയത്വം എന്നിവയൊക്കെ ഭഗവത് രാജ്യത്തിൽ ശാശ്വതമായി നിലനിൽക്കുന്നു അല്ലെ? അതായത് ഭഗവാന്റെ രാജ്യത്ത് വാർദ്ധക്യമില്ല, രോഗമില്ല. ഇതിൽ നിന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം. നമുക്ക് നമ്മുടെ പ്രശ്നം എന്താ അല്ലേ? രോഗം, വാർദ്ധക്യം, മുടി നരയ്ക്കാൻ ഇഷ്ടമല്ല, എന്നാലും നരയ്ക്കും അല്ലേ? പിന്നെ കൈയും കാലൊന്നും അല്ലേ ചുളിയണത് ഇഷ്ടമല്ല. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഒരു 50 കഴിഞ്ഞ് നിവൃത്തിയില്ല. അപ്പൊ കയ്യിന്ന് വിട്ടു അതുവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ? കാരണം പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ? 13 വയസ്സിൽ കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞത്, എനിക്ക് 13 വയസ്സ് 14 വയസ്സ് അതിൽ കൂടുതൽ ആവുന്നതേ ഇഷ്ടമില്ല. പക്ഷെ നിവൃത്തിയില്ല. അതിൽ നിൽക്കണേ എന്ത് ചെയ്യണം വെച്ചാൽ ഗോലോകത്ത് പോകണം. ഭഗവാന്റെ രാജ്യത്ത് വാർദ്ധക്യമില്ല, രോഗമില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഗോലോകത്ത് പോകേണ്ടത് അല്ലെ? നമുക്ക് പ്രായം കൂടെയില്ല, അമരത്വം, മരണമില്ല. മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എത്ര വയ്യെങ്കിലും മരിക്കാൻ ഇഷ്ടമില്ല. സത്യം അല്ലെ? എത്ര വയ്യെങ്കിലും പോയി കിട്ടിയാൽ മതി വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കും. പക്ഷെ പോകേണ്ട സമയമാകുമ്പോൾ എല്ലാ ചികിത്സയും പോയി തേടില്ല. ഏതൊക്കെ ഡോക്ടറെ കാണാൻ പറ്റും അവിടെയൊക്കെ കാണിച്ച പോകണമെന്ന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ശാശ്വതരാണ്. നമുക്ക് മരണമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ ഒറിജിനൽ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത് മരിക്കാൻ ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇത് ശരീരം ഭൗതിക ആയതുകൊണ്ട് അത് പോവുകയും ചെയ്യും. അതാണ്. അപ്പോൾ ഈ നിർഭയത്വം ഇതൊക്കെ ഭഗവാന്റെ രാജ്യത്തിലേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ അല്ലെ? ഇനി ഭഗവത് ശക്തിയുടെ 4/3 ഭാഗം ഉൾക്കൊള്ളുന്നത് ആത്മീയ ലോകമാണ്. നമ്മൾ വിചാരിക്കും ഭൗതിക ലോകം നിറയെ എല്ലാവരുടെയും കാണുമ്പോൾ വലിയ ലോകമാണെന്ന്. പക്ഷെ ഭഗവാന്റെ ലോകമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വെറും 1 ഭാഗമുള്ളത്. 4/3 ഭാഗവും 3/4 ഭാഗവും ആത്മീയ ലോകം, 1/4 ഭാഗമാണ് ഈ ഭൗതിക ലോകം. ജയിലാണോ കൂടുതൽ? മറ്റു രാജ്യമാണോ കൂടുതൽ? ഈ ഒരു രാജ്യത്ത്
ജയിലല്ലേ കുറവ്, ജയിൽ എത്ര എണ്ണം ഉണ്ടാവും? പക്ഷെ ബാക്കിയല്ലേ കൂടുതൽ. അതുപോലെ ഇത് ജയിലാണ് ഭൗതിക ലോകം, അത് ഏറ്റവും കുറവുള്ളൂ അല്ലേ? അതായത് ഭഗവാന്റെ ഒരു അംശം 1/4 ആണ് എന്തുള്ളത്, 1/4 ഭാഗമാണ് ഭൗതിക ലോകം, 3/4 ഭാഗം എന്താണ്, ആത്മീയ ലോകമാണ്. ഇനി ആർക്കൊക്കെ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് വെച്ചാൽ കുടുംബ ജീവിതത്തിൽ ആസക്തരായവർക്കും ഇവിടെയൊക്കെ ആർക്കൊക്കെ ഇരിക്കണം എന്ന് വെച്ചാൽ ഈ പരിപാടി ചെയ്താൽ മതി. ബ്രഹ്മചര്യ വ്രതങ്ങളെ കർശനമായി അനുവർത്തിക്കാത്തവർക്കും നിശ്ചയമായിട്ടും ഈ ഭൗതിക ലോകങ്ങളിൽ ജീവിക്കുക തന്നെ വേണം അല്ലേ? നമുക്ക് അതായത് നമ്മൾ യമനിയമങ്ങളൊക്കെ തെറ്റിക്കുക, ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാതിരിക്കുക, പിന്നെ അതുപോലെ കുടുംബ ജീവിതത്തിൽ വളരെ ആസക്തി ഉണ്ടാവുക, അങ്ങനെയുള്ളവർ എവിടെ ജീവിക്കണം? ഇവിടെ തന്നെ ജീവിക്കണം അല്ലേ? എന്ത് തന്നെയാലും ആ ആശ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഈ ഉള്ളിൽ നിന്നുള്ള ആശ എടുത്ത് കളയണം നമ്മൾ. നിരന്തരം ജപം, അല്ലാണ്ട് നിവൃത്തിയില്ല. ആശ വരണേൻ്റെ ഭൗതിക മായയിൽ പെടണേൻ്റെ കാരണം ഒന്നാമത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നതാണ്, രണ്ടാമത് ഇവിടെ ഇരുന്ന് തെറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് അപരാധങ്ങൾ ഒട്ടും ചെയ്യരുത്. ഞാൻ എപ്പോഴും അവിടെ പ്രമേഷ് പ്രഭു നിവേദ്യത്തിന് പ്രമേഷ് പ്രഭു പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഒട്ടും അപരാധം ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിഷമം അനുഭവിച്ച ഒരാളായതുകൊണ്ട് പറഞ്ഞുതരാം, മനസ്സിലായോ? നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവുമ്പോൾ നമുക്ക് പറഞ്ഞത് നമ്മുടെ ജപത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ജപിക്കുമ്പോൾ നമ്മൾ മാലയിലോ കൃഷ്ണനിലോ ഒന്നും ആയിരിക്കില്ല, ജപിക്കണൊക്കെ ഉണ്ടാവും. നമ്മുടെ ചിന്ത വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും, ഒരു ആവശ്യമില്ലാത്ത കാര്യം. അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിനോ ആത്മീയ ജീവിതത്തിനോ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും, ജപിക്കും. അത് അപരാധങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ വൈഷ്ണവരോട് മാത്രമല്ല അപരാധം ചെയ്യാൻ പാടില്ലാത്തുള്ളത്. ഇനി ഈ ലോകത്ത് എല്ലാവരും നാളെ വൈഷ്ണവരാവും, അവരോടും അപരാധം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കുമോ നാമം ജപിക്കണവർ, കൃഷ്ണ എന്ന് വിളിക്കുന്നവരോട് മാത്രം നല്ലത് ചെയ്താൽ മതി എന്നല്ല. നമ്മൾ വഴിക്കാണ് ഒരാളോട് അപരാധം ചെയ്യാൻ പാടില്ല. ഒരു ഭിക്ഷക്കാരനായിക്കോട്ടെ, ഒരു പാൽക്കാരനായിക്കോട്ടെ, ഒരു ഏത് ആളുകളാണോ നമ്മൾ കണ്ടുമുട്ടണേ, അവർ നാളെ നമ്മളേക്കുള്ള നല്ല ഭക്തരാവാൻ ചിലപ്പോൾ വിധിച്ചിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് അപരാധം ചെയ്യാൻ പാടില്ല. ഈ അപരാധങ്ങളാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ചെയ്തതിന് ശേഷം ജപം ക്ലിയറേ ആവാറില്ല. ജപിക്കുമ്പോൾ കൃഷ്ണന്റെ രൂപവും വരില്ല. പിന്നെ ഈ ജപിച്ചിട്ട് എന്താ കാര്യം അല്ലേ? എന്തുകൊണ്ടാണ് മായയിൽ ഇവിടെ നിൽക്കേണ്ടി വരുന്നത് അല്ലേ? അപരാധങ്ങൾ ചെയ്യുമ്പോൾ ആസക്തി. എന്തിനാണ് കുടുംബാസക്തി വരുന്നത്? നമുക്ക് അത് അപരാധം ചെയ്യുമ്പോഴാണ് ആസക്തി വരുന്നത്. കുടുംബത്തിനോട് ആസക്തി ഉണ്ടാക്കണതും നമ്മൾ എവിടെയെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാണ്. മനസ്സിലായി? ആ തെറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും ഒരു തെറ്റും ആരെയും കുറ്റം പറയാൻ പാടില്ല. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നെ. ഇപ്പൊ ഞാൻ നിർത്തിയ പരിപാടി, കുറ്റം വിചാരിക്കണ പോലെ നിർത്തി. മനസ്സിൽ വിചാരിച്ചാൽ പോലും മതി, നമുക്ക് ഉടൻ ശിക്ഷ കിട്ടും. അത് പ്രത്യേകിച്ച് ഭക്തരെ ഭഗവാൻ കൂടുതൽ ശിക്ഷിക്കുക. നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ലാത്തവർ എന്തൊക്കെ വൃത്തിയോട് ചെയ്യണം, അവർക്ക് ഒരു ശിക്ഷയില്ല. ഇത് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും നമുക്ക് ഇട്ടിട്ടാണ് പാരം മുഴുവൻ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാൻ നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്. നല്ല കുട്ടികളിനെയാണ് ഒരു മാർക്ക് കുറഞ്ഞ അടി കിട്ടാതിരിക്കുക. നല്ല കുട്ടികൾക്ക് ജസ്റ്റ് പാസ്സാവണവർക്ക് ശ്രദ്ധിക്കല്, പാസ്സായിപ്പിടട്ടെ എന്നാണ് വിചാരിക്കണേ അല്ലേ? നമ്മളതെല്ലാം അങ്ങനെ അറിയാം. 100-ല് ഒരു 10 മാർക്ക് കിട്ടുള്ളൂ, എങ്ങനെയെങ്കിലും ഒരു 20 കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ 98 മാർക്ക് കിട്ടുന്ന ഒരാളിന് 2 മാർക്ക് കുറയാൻ സമ്മതിക്കില്ല ടീച്ചർമാർ. എവിടെ പോയി ആ 2 മാർക്ക് അല്ലേ? അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് ശിക്ഷ വേഗം കിട്ടും. നമ്മൾ വിചാരിക്കേണ്ട ജപിക്കണോണ്ട് എളുപ്പമാണെന്ന്. ജപിച്ച് ഭക്തിയിൽ മുന്നേറുമ്പോൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ മതി, ശിക്ഷ വേഗം കിട്ടും. മനസ്സിൽ ചിന്തിച്ചാൽ മതി, തെറ്റ് ശിക്ഷ കിട്ടും. അതെന്തുകൊണ്ടറിയോ? മാല ജപിക്കൂ. പോണെ അതെന്താണെന്നറിയോ? നമ്മളെ എത്രയും പ്യുവർ സോളാക്കി മാറ്റിയാലേ ആൾക്ക് ഗോലോകത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ നല്ല മാർക്കോടെ ഇരിക്കണവരാണ്. അപ്പൊ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. എവിടെ ഇവർ തെറ്റ് വരുത്തുന്നത്, എവിടെ ഇവരെ ശരിയാക്കണ്ടേ, എനിക്ക് കൊണ്ടുപോകണവരുന്ന്. മറ്റവരിപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. ഇനി കുറെ ജന്മം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളെ പരമാവധി ശ്രമിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഭഗവാൻ അറിയണ കൊണ്ടാണ് തെറ്റിനെ വേഗം തിരുത്തി മനസ്സിൽ ചിന്തിച്ചു നോക്കും മതി. നിങ്ങൾ പുറത്തൊന്നും ചിന്തിക്കില്ല, അവരവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. മനസ്സിൽ ചിന്തിച്ചാൽ മതി ഒരാളെ കുറിച്ചിട്ട്. ആ ഒരു കഥ പറഞ്ഞുതരാം. കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്വഭാവം നന്നായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അതായത് ഗരുഡന്റെ കഥ എല്ലാവർക്കും കുറെ പേർക്ക് അറിയാം. ഗരുഡൻ വന്നിട്ട് അതിന്റെ ഏറെയായിട്ടുള്ള പാമ്പിനെ കൊണ്ടുപോണ് മുകളിൽ കൂടെ. പാമ്പ് അവശ്യായിട്ട് വിഷം ഛർദ്ദിച്ചു തുടങ്ങി ഈ ഗരുഡന്റെ പിടുത്തം കാരണം. പക്ഷെ താഴെ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജാവ് ബ്രാഹ്മണർക്കൊക്കെ പ്രസാദം ഫ്രീ ആയിട്ട് കൊടുക്കുക, പുണ്യം കിട്ടാൻ വേണ്ടിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഇവര് മുകളിൽ കൂടെ പോവാണ് ഗരുഡനും പാമ്പും. ഈ പാമ്പിന്റെ വിഷം ഈ ഭക്ഷണത്തിൽ വീഴും. അത് കഴിച്ച ബ്രാഹ്മണർ മുഴുവൻ മരിക്കും. രാജാവ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ?
ബ്രാഹ്മണരും തെറ്റ് ചെയ്തിട്ടില്ല, പാമ്പും തെറ്റ് ചെയ്തില്ല. അത് അവശ കലാകാരനായിട്ട് പോണത്. അതിനിത് അറിയില്ല ഇവിടെ എന്താ. ഗരുഡന്റെ ഇരനെയാണ് കൊണ്ടുപോകണം, അതിന് റൈറ്റ് ഉണ്ട് അല്ലേ? ഗരുഡനും ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഈ ചിത്രഗുപ്തൻ ആകെ വെട്ടില്ല. ഈ പാമ്പ് ആരുടെ തലയിലിടും? ഈ ബ്രാഹ്മണന് മരിച്ചു പോയില്ലേ, പാമ്പ് ആരുടെ തലയിലിടുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ചിത്രഗുപ്തൻ. യമൻ പറഞ്ഞു സമയമാകുമ്പോൾ ആരെങ്കിലും നമ്മുടെ കയ്യിൽ വരും ഈ പാപത്തിനിടാൻ, വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ രാജ കൊട്ടാരം അന്വേഷിച്ചിട്ട് കുറച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് പ്രജകൾ വരികയാണ്. ഈ രാജാവിന്റെ കൊട്ടാരം എവിടെയായിരുന്നു. അപ്പൊ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ ഇരിക്കണ്ടായിരുന്നു ഒരു വീടിന്റെ മുന്നിൽ. അതിനോട് ചോദിക്കും ഇവര് ഈ രാജകൊട്ടാരം എവിടെയാണെന്ന്. അപ്പൊ കാണിച്ചു കൊടുക്കും രാജകൊട്ടാരം ഇന്ന സ്ഥലത്താണ്. പക്ഷെ ആ രാജാവ് ബ്രാഹ്മണരെ കൊല്ലുന്ന രാജാവാട്ടാന്ന് പറഞ്ഞു. യമൻ ആളെ കെട്ടി. യമൻ കംപ്ലീറ്റ് ഇതിന്റെ പാവം ഈ മുത്തശ്ശിയുടെ തലയിലിട്ടു. ഈ ബ്രാഹ്മണർ മരിച്ച മുഴുവൻ പാപം ആരുടെ തലയിൽ വന്നു? മുത്തശ്ശി കൊന്നിട്ടുണ്ടോ? എന്തിന്? ഈ രാജാവ് തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് അറിയാണ്ട് കുറ്റം പറഞ്ഞു അല്ലേ? ഇനി തെറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാലോ 50% പാപം കിട്ടുന്ന പറയണത്. അതാണ് എനിക്ക് പറ്റിയത്. തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ കുറ്റം പറഞ്ഞേക്കുന്നത്, അല്ലാണ്ട് തെറ്റ് ചെയ്യാത്തവരെ പറയാറില്ല. പക്ഷെ തെറ്റ് കണ്ണിൽ കണ്ട് കുറ്റം പറഞ്ഞതിന് 50% എനിക്ക് കിട്ടി. അതിന്റെ പ്രശ്നം ഒരുപാട് അനുഭവിച്ചു. ജപിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജപത്തിന്. അപ്പൊ തെറ്റ് ചെയ്യാത്തവരുടെ 100% പാപം ഈ പറയുന്നവർക്ക് കിട്ടും. ഒരാള് ശരിക്കും ഒരു വൃത്തികേട് ചെയ്തു, അത് നമ്മൾ കണ്ടു പറഞ്ഞു, അതിന്റെ 50% നമുക്ക് കിട്ടും. ഇനി നോക്ക്, പങ്കിയെടുക്കുക, എല്ലാവരെയും പാപം പങ്കിയെടുക്കുക നമ്മുടെ പരിപാടി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മൾ എത്ര പാപം എടുത്തേക്കണെന്ന്. പിന്നെ എങ്ങനെ ജപിച്ചാലും ശരിയാവുക? പിന്നെ തെറ്റ് ചെയ്യാം. ചിലവര് നമുക്ക് തെറ്റാണ് തോന്നും കണ്ണില്, അവര് ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല തെറ്റ്. ഈ രാജാവ് തെറ്റ് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ ഈ മുത്തശ്ശി അറിയാണ്ട് പറഞ്ഞു പോയി. അപ്പൊ അവരുടെ ഉദ്ദേശമോ അവരുടെ ശരിയായ കാര്യങ്ങളോ അറിയാണ്ട് നമ്മൾ ഇരുന്ന് പറയണം അത് ശരിയല്ല എന്ന് പറഞ്ഞെന്ന് വയ്ക്കും. അവരുടെ 100% പാപങ്ങളും ആർക്ക് വരും? ഈ പറഞ്ഞ ആൾക്ക് വരും. അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴാ പോവാ ഇവിടുന്ന്? പോവാനേ പറ്റില്ല അല്ലേ? ഒന്ന് കഴിഞ്ഞ് അപ്പൊ എത്ര ജപിച്ചാലും നമുക്ക് നമ്മുടെ അപരാധം കൂടി വരുന്ന കാരണം ഇത് തീരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഭൗതിക ലോകത്ത് ജീവിക്കുക തന്നെ വേണം. അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക. നമ്മളെയോ ബന്ധുക്കളെയോ അപരാധം കണ്ടാലോ കണ്ടില്ലെങ്കിലോ കൃഷ്ണഭക്തരോ അല്ലാത്തവരെ ആരെയും കുറ്റം പറയാനുള്ള റൈറ്റ് നമുക്ക് ഇല്ല. ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചു, നിങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് പഠിച്ചോളൂ അല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചാൽ ഭയങ്കര കഷ്ടമാണത് അല്ലെ? ഒരു പാപത്തിന്റെ ഫലം അനുഭവിക്കുക പറഞ്ഞാൽ നമ്മൾ ഭക്തിനെ ചിലപ്പോൾ ഇല്ലാണ്ടാക്കി തരും ഭഗവാൻ. ഭക്തിനെ തട്ടിവിടും. ഭക്തരെ സംഘം കട്ടിയും ഭഗവാൻ പാപം കൂടുതൽ ചെയ്യണവരെ. ജപിക്കുമ്പോൾ ഇനി ഭക്തിയിൽ എങ്ങനെയും പിടിച്ചു നിന്ന് നോക്കി, ജപിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാ തരത്തിലും താറുമാറാവും നമ്മൾ. അതുകൊണ്ട് എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഭക്തിയിൽ മുന്നേറണമെങ്കിൽ നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. പണ്ടത്തെ മരുമക്കളിരിക്കില്ലേ, പണ്ട് കാലത്തെ മരുമക്കള് നമ്മുടെ സ്റ്റേജില്ല. ഞങ്ങൾക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നും അറിയേയില്ല. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഗോലോകത്ത് ഈ ജന്മം പോകാൻ പറ്റും. ഈ ജന്മം പോകേണ്ടവര് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലേ? പണ്ടത്തെ ഒരു 100 വർഷം 50 വർഷം മുമ്പത്തെ മരുമക്കള് അമ്മായിമ്മ പറയണ്ടാവും, നാത്തൂൻ പറയണ്ടാവും, ഭർത്താവ് പറയണ്ടാവും, ഇവരിട്ട് അടിക്കണ്ടാവും, ഒന്നും കേട്ട് ഭയങ്കര വിനയായിരിക്കും അല്ലേ? ഇവർ ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യില്ല, ഇവർക്ക് പ്രതികരണ ശേഷിയേ ഇല്ല. നമ്മൾ വന്നിട്ട് ആധുനിക യുവതികൾ ഭയങ്കര പ്രതികരണ ശേഷി, എന്നിട്ട് ഈ ലോകത്ത് പോകാനും പറ്റില്ല അല്ലെ? പ്രതികരിച്ച് പാപം കൂട്ടി കുഴപ്പമുണ്ടാക്കും. പ്രതികരണം നിർത്തിയിട്ട് ക്ഷമിച്ചാൽ മാത്രമേ എല്ലാ തെറ്റിനെയും എപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നോ, നമ്മൾ ക്ഷമിക്കണം തെറ്റിനെ ആയിരിക്കണം. ശരിയെ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ആവശ്യമില്ലല്ലോ. നമുക്കെതിരെ നെഗറ്റീവ് നടക്കുമ്പോഴാണ് ക്ഷമിക്കേണ്ടത്. എല്ലാവരും വിചാരിക്കുമോ ക്ഷമിക്കേണ്ട തെറ്റല്ല ചെയ്യുന്നത്, തെറ്റിനല്ലേ ക്ഷമിക്കുക. നല്ലത് നമ്മളോട് ചെയ്യുന്നത് നമുക്ക് ക്ഷമിക്കണ്ടല്ലോ, ക്ഷമിക്കണം. നമ്മളോട് തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, പൊറുക്കണം, പിന്നെ മറക്കണം, പിന്നെ ഇങ്ങനെയൊക്കെ വേണം, നമ്മളൊക്കെ ചെയ്യണം. അത് ചെയ്യണം. പിന്നെ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഈ ത്രിലോകങ്ങളിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ത്രിലോകങ്ങളിൽ ജീവിക്കുക തന്നെ വേണം. ഭൗതിക ആസക്തി നമുക്ക് വരുത്തുന്നതും ഭഗവാനാണ്. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കണ ആരാ? മായാശക്തി മാത്രം, ഭഗവാൻ തന്നെ. നമ്മുടെ ഉള്ളില് പരമാത്മാവായിട്ട് കൃഷ്ണ ഭഗവാൻ ഉണ്ട്. എന്നിട്ട് എന്താ മനുഷ്യന്മാര് കൊലപാതകവും പീഡനവും ഒക്കെ ചെയ്യുന്നത്? എല്ലാവരും ഹൃദയത്തിൽ ആരുണ്ട്? കൃഷ്ണനുണ്ട്. സർവസ്വചാഹം ഹൃദയ സന്നിവിഷ്ടോ അല്ലേ? എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടായിട്ട് എല്ലാവരും നല്ലത് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവരുടെ ഉള്ളിലുള്ള ഈ തെറ്റായ അപരാധങ്ങൾ പ്രവണതകൾ കൂടി വരുമ്പോൾ ഭഗവാൻ അതിന് ക്ഷമിക്കുന്നില്ല. ഭഗവാൻ അവനെ മിസ്ഡയറക്ട് ചെയ്യും. തെറ്റിന്റെ വഴിക്ക് ശിക്ഷ കിട്ടാനായിട്ട് തെറ്റെന്നെ ചെയ്യിപ്പിച്ചിട്ട്, കംസനെ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് അവൻ വേദനിച്ചിട്ട് പഠിക്കണമെന്ന്.
ഒരാത്മാവ് ആ ശിക്ഷ കിട്ടി വേദനിച്ചാലേ ചില കാര്യങ്ങൾ പഠിക്കുള്ളൂ അല്ലെ. എത്ര ഒരാൾ പറഞ്ഞാലും ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തൊക്കെ മുമ്പ് നല്ല കാര്യങ്ങൾ ഒരുപാട് ഭക്തന്മാർ പറഞ്ഞതല്ലേ പ്രതികരിക്കരുത്, പക്ഷെ പ്രതികരിച്ചു, പറഞ്ഞതനുസരിച്ചില്ല, കാരണം അനുഭവം വന്നിട്ടില്ല. അപ്പൊ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഞാൻ അങ്ങനെയാണ്, ആര് പറഞ്ഞാലും പ്രതികരിക്കുന്നത് അനുസരിക്കില്ല, പ്രതികരിക്കും. അവസാനം പ്രതികരിച്ച് നമുക്ക് അനുഭവങ്ങൾ വന്നു, നെഗറ്റീവ് അനുഭവങ്ങൾ. അതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തലവേദനയായി. നമുക്ക് ഭഗവാന്റെ ഭക്തി കിട്ടാനാണോ വന്നത്, വഴക്കുണ്ടാക്കാനാണോ വന്നത് കൃഷ്ണപ്രേമത്തിന് തലയിൽ മുഴുവൻ എന്തായി, അവരത് ചെയ്തു ഇവരിത് ചെയ്തു, ആ പ്രതികരണം ഈ പ്രതികരണം, തലയിൽ മുഴുവൻ മറ്റുള്ളവരായി, കൃഷ്ണനെ ഇല്ല. അപ്പൊ പിന്നെ തോറ്റുപോയില്ലേ നമ്മള് വന്ന കാര്യം തോറ്റുപോയി അല്ലേ. അപ്പൊ അത് മുതിർന്നവർ മുൻപ് പറഞ്ഞു തന്നു അത് പ്രതികരിക്കാൻ പാടില്ല, ക്ഷമിക്കുന്നു പറഞ്ഞു, നമ്മളത് കേട്ടില്ല. അനുഭവം വന്നപ്പോ ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. അപ്പൊ അതുപോലെ ഭഗവാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിനെ പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് മനസ്സിലായി വീണ്ടും തെറ്റ് ചെയ്യും. വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് വേദനിച്ച് പഠിക്കണം. ഇപ്പൊ തുളസിക്കുട്ടിയോട് പറയണ ആ കൈ പൊള്ളൂട്ട് അതിൽ തുടരുത് പറഞ്ഞാൽ അനുസരിക്കില്ല. ഒരു പ്രാവശ്യം പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഇനി ഞാൻ തൊടാൻ പറഞ്ഞ വെക്കാൻ പറഞ്ഞാൽ വെക്കില്ല അല്ലെ. അതെന്താന്ന് വെച്ചാൽ വേദന സ്വയം അനുഭവിച്ചു. അതുപോലെ നമ്മൾ തെറ്റ് ചെയ്ത് അതിന്റെ ശിക്ഷ കിട്ടിയിട്ട് ആ വേദന അനുഭവിക്കുമ്പോൾ ഈ ആത്മാവ് പിന്നെ ഒരിക്കലും ആ തെറ്റിലേക്ക് പോകില്ല. അതിനാണ് ഭഗവാൻ മിസ്ഡയറക്ട് ചെയ്യുന്നവരെ. ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടായിട്ടും ഈ തെറ്റായ വഴിക്ക് കുറെ പേര് നയിക്കണ്ടല്ലോ. എന്തും മിണ്ടാതെ സാക്ഷിയായിട്ടിരിക്കണം, ഭഗവാൻ ഒന്നും ചെയ്യാതെ. അവരിലുള്ള പ്രവണതയുണ്ട്, വാസന, തെറ്റ് ചെയ്യാനുള്ള വാസനേനെ ഒടുക്കണം ഭഗവാൻ. കൊല്ലണം, പീഡിപ്പിക്കണം, അങ്ങനെയുള്ള വേണ്ടാത്ത ചെയ്യണം എന്നുള്ള വാസനയുള്ള ആൾക്കാരുണ്ടല്ലോ. ഈ വാസന ഭഗവാൻ ഒരു ശിക്ഷ പെട്ടെന്ന് ഒരു ഇത് കൊടുത്തുകൊണ്ട് മാറില്ല, ഉപദേശം കൊടുത്തുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള വാസന വേരോടെ പോവില്ല. അതിന് ശിക്ഷ അവര് അനുഭവിച്ച് അവർ വേദനിക്കണം അല്ലേ. ആ വേദനിക്കുമ്പോൾ ആ വാസന വേരോടെ തീരും. അതിനാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭഗവാന്റെ നിശ്ചയത്തിലാണ് നടക്കണം, ഒന്നും മിണ്ടരുത് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരും, ഒന്നും മിണ്ടരുത് എന്നുള്ളതിന്. ഭഗവാന്റെ പ്ലാനിങ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, നമ്മൾ മിണ്ടി അതിന് കൊളാക്കും. അതിനൊരു ഉദാഹരണമാണ് ഭഗവാനും ഗോവിന്ദനും വേണ്ടൊരു ഭക്തനുണ്ട്. ഞാൻ ഈ ഗ്രാമർ ബോറടിക്കാനാണ് അടിക്കാതിരിക്കും കഥ പറയണത്. ഗോവിന്ദൻ വേണ്ടൊരു ഭക്തനും ഭഗവാനും. അപ്പോൾ ഗോവിന്ദൻ ഭഗവാന്റെ അമ്പലത്തിന് മുറ്റടിക്കുന്ന ആളാണ്, ഭയങ്കര ഭക്തനാണ്, ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അടിച്ചു വരുമ്പോഴങ്ങനെ ആൾക്കാർ ഭക്തജനങ്ങൾ വന്ന് പരാതി പറഞ്ഞു പോണു, ഭഗവാൻ ഇങ്ങനെ നിന്നത് കേൾക്കണു, പിന്നെയും ആൾക്കാർ വരുന്നു. ഈ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയല്ലേ, ഗോവിന്ദനെ ആലോചിച്ചിട്ട് വിഷമമായി, എൻ്റെ കൃഷ്ണൻ എത്ര നേരം ഇങ്ങനെ നിൽക്കണേ, കാല് കടയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് വൈകുന്നേരം കൃഷ്ണനോട് സംസാരിക്കും ഗോവിന്ദൻ. കൃഷ്ണ, നീ ഇങ്ങനെ നിൽക്കണാകുമ്പോൾ എനിക്ക് സങ്കടം വരും, നിനക്ക് പകരം ഞാൻ കുറച്ചു നേരം നിന്നാലോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, നീ നിന്നോ, എനിക്ക് അത്രയും വിഷമമുണ്ടേ, പക്ഷെ ഒരു അക്ഷരം മിണ്ടരുത് ഇവിടെ നിന്നില്ല. ഇവിടെ പലതും കാണുന്നേ അല്ലേ, പലതും കാണും, പല കാഴ്ചകൾ കാണും, പലവരുടെ അഭ്യാസങ്ങളൊക്കെ ഈ അമ്പലത്തിന്റെ മുന്നിൽ കാണും. നീ മിണ്ടരുത് ഗോവിന്ദ പറഞ്ഞു. ശരി ശരി, ഞാൻ ഒന്നും മിണ്ടില്ല പറഞ്ഞു. ഭഗവാനെ പോലെ മിണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക്, ഭഗവാൻ മിണ്ടാതിരിക്കും. അപ്പോൾ ഗോവിന്ദൻ ഒരു ദിവസം, പിറ്റേ ദിവസം ഗോവിന്ദൻ കൃഷ്ണനായിട്ടാണ്, വേഷമൊക്കെ മാറി. കൃഷ്ണൻ റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഭഗവാൻ അങ്ങൊന്ന് റെസ്റ്റ് ചെയ്യൂ എന്ന് പറയും. കൃഷ്ണൻ റെസ്റ്റ് ചെയ്യും, ഗോവിന്ദൻ കൃഷ്ണന്റെ രൂപത്തിൽ നിൽക്കും. അപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ വരികയാണ് അമ്പലത്തില്. ബ്രാഹ്മണൻ വന്നിട്ട് ഒറ്റ പൈസയില്ല, 1 രൂപയുള്ള ആകെ കയ്യിൽ. കൃഷ്ണ, എൻ്റെ കുട്ടിയുടെ കല്യാണം എങ്ങനെ കഴിച്ചു, ഒരു മോളേ ഉള്ളൂ, കല്യാണം കഴിച്ചു കൊടുക്കണം, പൈസ ഇല്ല. കൃഷ്ണ, എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കണം, എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് 1 രൂപയാണ്, എനിക്ക് ആകെയുള്ള 1 രൂപയാണ് അതെന്ന് പറഞ്ഞിട്ട് അത് ഈ ഭണ്ഡാരത്തിലിടും. ഇത് കരഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ധനികൻ വരും. ധനികൻ വന്നിട്ട് ഈ ഭണ്ഡാരത്തിൽ കുറേ സാധനങ്ങൾ ഇട്ടു, കുറേ പൈസയൊക്കെ ഇടും. അതിൻ്റെ ഇടയിലുള്ള അയാളുടെ പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ പോകരുത് താഴേക്ക് വീണു. ഇദ്ദേഹം അത് മറന്നു പോയിട്ട് തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് കപ്പിത്താൻ പറഞ്ഞിട്ട് ഒരാൾ തൊഴാൻ വരും. കപ്പിത്താൻ, കപ്പലിലൊക്കെ പോണ ആൾ ഭഗവാൻ തൊഴാൻ വന്നു. ആളവിടെ നിൽക്കുന്നുണ്ട്. ആ സമയം ആളിത് കണ്ടു, ഈ പേഴ്സ് വീണത്. പക്ഷെ ആൾ പോയി നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. അപ്പോഴേക്കും ബ്രാഹ്മണൻ തിരിച്ച് വീണ്ടും വരികയാണ് തൊഴാനായിട്ട്. എന്തിനോ വീണ്ടും എന്തോ എടുക്കാനോ എന്തിനോ ആയിട്ട് വരുമ്പോൾ വീണ്ടും തൊഴും ഭഗവാൻ. അപ്പം എൻ്റെ പേഴ്സ് കാണും, നിറയെ പൈസയും കാണും. ഓ കൃഷ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സും പൈസയും ഒക്കെ എടുത്തിട്ട് ബ്രാഹ്മണൻ പോയി. അപ്പൊ ഈ നമ്മുടെ ഗോവിന്ദൻ നിൽക്കകളില്ല, ഇത് അവൻ്റെ ആണെന്ന് പറയാനുള്ള ആഗ്രഹം നമ്മളെ പോലെ. പക്ഷെ ഗോവിന്ദൻ മിണ്ടാതെ ഇങ്ങനെ നിന്നു. അപ്പോഴേക്കും കപ്പിത്താനാണ് അവിടെ നിൽക്കണത്, ഇദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോഴേക്കും ഈ ഇദ്ദേഹത്തിന്റെ പേഴ്സ് കാണാനില്ലാത്ത പണക്കാരനുണ്ടല്ലോ, അദ്ദേഹം തിരിച്ചു വന്നു. ഞാൻ അമ്പലത്തിലാ മറന്നു വെച്ചെന്ന് ഓർമ്മ വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെയാണ് എൻ്റെ പേഴ്സ് വീണതെന്ന് പറയും. അപ്പൊ ഇവിടെ വേറെ ആരും കാണില്ല, കപ്പിത്താനെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് കപ്പിത്താനെ പിടിച്ചുകൊണ്ട് ഈ പോലീസിനെ വിളിച്ചു വന്നാണ്. പോലീസ് കപ്പിത്താനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഗോവിന്ദന് നിക്കക്കളിയിൽ സഹിക്കാവേ. ഗോവിന്ദൻ പറഞ്ഞ, കപ്പിത്താനല്ല മോഷ്ടിച്ചത്, ബ്രാഹ്മണനാണ് അങ്ങയുടെ പൈസ കൊണ്ടുപോയെന്ന് പറഞ്ഞ ആകെ പ്രശ്നമാക്കും അവിടെ ഗോവിന്ദനെ. കാരണം തെറ്റല്ലേ നടക്കണം, കപ്പിത്താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അപ്പം അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ സംഭവം കഴിഞ്ഞു. ഇത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അമ്പലമൊക്കെ അടച്ചു, നടയൊക്കെ അടച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, കഷ്ടം ഭഗവാനെ, നിന്നെ സമ്മതിക്കണം, എങ്ങനെ നീ അവിടെ നിന്ന് കൂട്ടണേ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ ഈ സംഭവമൊക്കെ വിവരിച്ച് പറയും. ഓ, നീ എന്ത് പണിയാ ചെയ്ത് ഗോവിന്ദ, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണനല്ലേ കൊണ്ടുപോയത് പൈസ. കപ്പിത്താൻ പെടുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെടല്ലേ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടിയെന്ന്. ആ ബ്രാഹ്മണന് ഞാനാണ് പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, ആ പണക്കാരനെ മറവി കൊടുത്തത് ഞാനാണെന്ന്. ആ പൈസ ഈ ബ്രാഹ്മണന്റെ കുട്ടിയുടെ കല്യാണത്തിന് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഗോവിന്ദ ആലോചിച്ചു, അത് ശരി സമ്മതിച്ചു. പക്ഷെ ഈ കപ്പിത്താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പറഞ്ഞു. അതിന്റെ എന്താ ഉത്തരം അങ്ങേക്ക് ചോദിച്ചു. അപ്പൊ ഭഗവാൻ, ഈ കപ്പിത്താൻ ഇന്ന് കപ്പലിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് കാറും കോളുമാണ് കപ്പലില്. അതുകൊണ്ട് ഇന്ന് സമുദ്രത്തിൽ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാവാൻ പോണ ദിവസമാണ്. ഈ കപ്പിത്താൻ അവിടെ പോയി മരിക്കും. അവൻ പോവാതിരിക്കാൻ ഞാൻ ജയിലാക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അങ്ങനെ കപ്പിത്താനെ ജയിലാക്കാൻ ഉദ്ദേശിച്ച ആരാണ്? ഭഗവാനായിരുന്നു. ചെയ്യാത്ത തെറ്റിന് കുറച്ച് ശിക്ഷ കൊടുത്തിട്ട് മരണത്തിന് രക്ഷിക്കാൻ ഭഗവാൻ എന്ത് ചെയ്തു? ചെയ്യാത്ത തെറ്റിനൊരു ശിക്ഷ കൊടുത്തിട്ട് മരണ ഭയത്തിനെ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ കുറച്ച് കൊടുത്തായിരുന്നു ശിക്ഷന്. മരണത്തിന് കുറച്ച് കൊടുത്താൽ കുറച്ച് ജയിലിൽ കിടക്കാൻ. നീ എൻ്റെ എല്ലാ പ്ലാനും ഇല്ലാണ്ടാക്കി ഗോവിന്ദ പറ. ഗോവിന്ദൻ അപ്പോഴാണ് മനസ്സിലാവണം, കൃഷ്ണ നിനക്ക് തുല്യം നീ മാത്രമേ പറ്റുള്ളൂ, നിനക്ക് പകരം ഒന്നും. അപ്പൊ ഭഗവാൻ നമ്മളതാണ് നമ്മൾ മിണ്ടണത്. നമ്മൾ ചിലപ്പോൾ പറയണത് ശരിയായിരിക്കും. ഈ കപ്പിത്താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഗോവിന്ദൻ പറഞ്ഞത് ശരിയാ. പക്ഷെ ഭഗവാന്റെ പ്ലാനിങ് വേറൊന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയി തെറ്റ് കാണുന്നവരെ നമ്മൾ വിമർശിക്കുമ്പോൾ ഭഗവാന്റെ അവരുടെ പ്ലാനിങ് എന്താ നമുക്കൊന്നും അറിയാണ്ട് നമ്മൾ ഇതിൽ പെട്ട് ബലിയാടാവും. അതുകൊണ്ട് അതാണ് വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച്. ഞാൻ പഠിച്ചത് എത്ര വർഷം കഴിഞ്ഞിട്ട് അറിയോ? ഈ എല്ലാം കഴിഞ്ഞിട്ട് ശിക്ഷ അല്ലെ, കുറെ പ്രതികരിച്ചു, അതിനുള്ള അനുഭവിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് അല്ലേ, മിണ്ടരുത്. നല്ലതായാലും ചീത്തയായാലും നമുക്ക് ചീത്ത കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീരെ പ്രതികരിക്കണം. കൃഷ്ണ പശുവിനെ തല്ലുന്ന കാണുമ്പോൾ ആ തല്ലിക്കോട്ടെ പറഞ്ഞിരിക്കണം എന്നല്ല കേട്ടോ. ഒരു സ്ത്രീനെ ഒരാൾ ഉപദ്രവിക്കുന്ന കാണാം, പശുവിനെ തല്ലണ കാണാം. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇടപെടണം. എന്നിട്ട് ഭഗവാൻ ഇനി ഇടപെടാൻ പറ്റിനി കൃഷ്ണനോട് പ്രാർത്ഥിക്കണം, കൃഷ്ണ അവരെ രക്ഷിക്കണേന്ന്. അത് വേറെ സൈഡാണ് കേട്ടോ. ആ ഒരു പ്രതികരണം വേറെ സൈഡ്, ഈ ഒരു പ്രതികരണം വേറെ സൈഡാണ്. നമ്മളത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ശരിക്കും കൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തരും അല്ലേ. എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കണ്ട എന്നുള്ള ബുദ്ധി എപ്പോൾ ഭഗവാൻ തരണം അപ്പോഴേ പ്രതികരിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ ചെയ്തത് വലിയ അബദ്ധത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെ ആയാലേ നമുക്ക് ഗോലോകത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ശ്രദ്ധിക്കണം. അതായത് ശരിയായ ബുദ്ധി തരണേന്ന് പ്രാർത്ഥിക്കണം അല്ലേ. എന്താണ് വേണ്ട വിധത്തിൽ എല്ലാവരും ബഹുമാനിക്കാൻ സാധിക്കണം അല്ലെ, വേണ്ട ബുദ്ധി ഉദിക്കണം. ഇതിനാണ് നമ്മൾ ഡെയിലി നാമം ജപിച്ച് പ്രാർത്ഥിക്കേണ്ടത് അല്ലെ. എവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ, എന്നെ നേർവഴിക്ക് നയിക്കണേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാണ്ടിരിക്കും അല്ലേ. ഇങ്ങനെയാണ് പറഞ്ഞേക്കണ സുമാജി പ്രതികരിക്കേണ്ട. ഒരാളിനെ അവിടെ ആക്സിഡന്റ് കണ്ടു, ഞാൻ എടുക്കില്ല, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. ആക്സിഡന്റ് അതാ പറയണത്, ഭഗവാന്റെ സഹായം നമുക്ക് വേണം. ആക്സിഡന്റ് അവിടെ നമ്മൾ രക്ഷിക്കണ്ടേ. അവരെ കൊണ്ട് അരവിന്ദ് പ്രഭു മീറ്റ് ചെയ്തു കോട്ടപ്പുറത്ത്. ഒരാളെടുക്കില്ല, എല്ലാവരും ഷൂട്ട് ചെയ്യാന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു മകൻ മരിച്ചു, അമ്മ കോമയിലായി, മകൻ മരിച്ചു. ഒരാൾ സ്ട്രെച്ചറിലെടുത്ത് കയറ്റാനില്ലാന്ന് എല്ലാവരും കണ്ടിട്ട് പോവുക, കുറെ പേര് ഷൂട്ട് ചെയ്യുക. അരവിന്ദ് പ്രഭു ദേഷ്യപ്പെട്ടെന്ന് പറയണല്ലോ. അത് കറക്റ്റ് ആയിരുന്നു. അരവിന്ദ് പ്രഭു ദേഷ്യപ്പെട്ടു. അപ്പോൾ വിചാരിക്കും ഒരു വൈഷ്ണവൻ തിലകൊട്ടിട്ട് ആൾക്കാരോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? ദേഷ്യപ്പെടേണ്ട ആവശ്യമായിരുന്നു അവിടെ. എല്ലാവരും ദേഷ്യപ്പെട്ട് വന്ന് എടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അരവിന്ദ് പ്രഭു ഒരു ഓട്ടോക്കാരനും കൂട്ടാണ് സ്ട്രെച്ചറിൽ ഈ ബോഡി കയറ്റിയിട്ട് കൊണ്ടുപോയത്. അപ്പൊ അവിടെ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അവിടെ നമ്മൾ വേണ്ട ബുദ്ധി നമുക്ക് വേണ്ടവിടെ വരാം. എന്നാൽ ചിലവിടെ നമ്മൾ മിണ്ടാൻ പാടില്ല, അവിടെ മിണ്ടാതെ തന്നെ ഇരിക്കണം. ചില സ്ഥലത്ത് നമ്മൾ മിണ്ട തന്നെ വേണം അല്ലേ. അപ്പൊ ഇതിന് നമുക്ക് ആരാണ് ബുദ്ധി തരേണ്ടത് അല്ലേ? ഭഗവാൻ. ദദാമി ബുദ്ധി യോഗം. ഭഗവാൻ തന്നെ നമുക്ക് ബുദ്ധി തരും. എപ്പോ ഭഗവാൻ നമ്മൾ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുക. കൃഷ്ണ എന്നെ നേർവഴിക്ക് നയിക്കണേ, ശരിയായ രീതിയിൽ എന്നെ പ്രവർത്തിക്കാനായിട്ട് സമ്മതിക്കണേ, അനുവദിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം. ഒരു ദിവസമല്ല, പ്രാർത്ഥിക്കാത്ത ദിവസം നമ്മൾ തെറ്റ് ചെയ്യും. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് നാളെ മറന്നു പോയിരിക്കും, നാളെ ആയിരിക്കും ഈ അബദ്ധത്തിൽ പെടും. അപ്പൊ അതുകൊണ്ട് നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. അപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒത്തിരി സമാധാനം കിട്ടില്ല, ഗ്രാമറിൽ നിന്നൊക്കെ ഒത്തിരി രക്ഷപ്പെട്ടില്ല. ഇനി അപ്രകാരം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഇനി വീണ്ടും വരികയാണ്. എല്ലാ സാഹചര്യങ്ങളിലും അവിദ്യയുടെയും യഥാർത്ഥ ജ്ഞാനത്തിന്റെയും പരമ അധിപനാകുന്നു അല്ലെ. എല്ലാം കൃഷ്ണൻ തന്നെ അറിയുള്ളൂ അല്ലെ. ആ ചിരിച്ചിരിക്കുമ്പോ ആ ചിരിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അല്ലെ നമുക്കറിയില്ല. ആ ചിരിച്ചവിടെ അമ്പലത്തിലിരിക്കുമ്പോ അല്ലെ
ആ വലിയ കൊലപാതകി നിൽക്കുമ്പോൾ മൂപ്പര് ഇങ്ങനെ ചിരിച്ചിരിക്കും അല്ലേ. നമുക്ക് ദേഷ്യം വരും മൂപ്പര് ചിരിക്കുന്നതാണ്. പക്ഷെ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥമെന്നോ പ്ലാനിങ് ഒന്നും നമുക്ക് അറിയില്ല. പരമസത്യത്തെ പുരുഷൻ അഥവാ പുരുഷോത്തമൻ എന്നാണ് വിളിക്കുന്നത്. പരമസത്യത്തെ എന്താണ്? പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ അല്ലെ. നമുക്ക് ഒരു പുരുഷോത്തമൻ എന്നാണ് രാമനെ പറയുക അല്ലെ. ശ്രീരാമന്റെ കാര്യമൊക്കെ പറഞ്ഞ് മലയാളികൾ രാമരാമ എന്ന് പറഞ്ഞ കർക്കിടക മാസത്തിൽ മുഴുവൻ ശ്രീരാമനെ കുറിച്ച് വലിയ പുകഴ്ത്തൽ ഇഷ്ടമാണ്. പക്ഷെ ശ്രീരാമൻ ചെയ്ത ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ അനുസരിക്കില്ല. ശ്രീരാമൻ അച്ഛന്റെ സത്യം രക്ഷിക്കാനായിട്ട് സ്വന്തം അല്ലേ സ്ഥാനം വേണ്ടാന്ന് വെച്ചു അല്ലേ. നമ്മളാണെങ്കിൽ അച്ഛനെ കുറ്റം പറഞ്ഞ അച്ഛനെ ഉപേക്ഷിക്കുക ചെയ്യുക. സമയത്ത് അച്ഛൻ തെറ്റ് ചെയ്തു അല്ലെ. മറ്റു മകനെ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത മകനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു സ്ത്രീയുടെ കേവലം സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അച്ഛനെ കുറ്റം പറയും. ഭഗവാൻ എന്താ പറഞ്ഞെന്ന്? ഭഗവാൻ എന്താ കാണിച്ച? അച്ഛൻ ധർമ്മസങ്കടത്തിലാണ്. മനഃപൂർവ്വം അല്ല അച്ഛൻ ചെയ്യുന്നത് അല്ലെ. അച്ഛൻ ഒരിക്കലും രാമാഭിഷേകം തകർക്കാൻ ഇഷ്ടമായിരുന്നില്ല. പക്ഷെ കൈകേയിക്ക് വരം കൊടുത്ത് സത്യമായിരുന്നു. അന്ന് ചെയ്തത് കൈകേയി വലിയ ഉപകാരമായിരുന്നു. ആ സമയത്ത് കൈകേയി ഇങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ടല്ല വരം കൊടുത്തത്. പക്ഷെ ചോദിച്ചത് ഈ സമയത്ത് ഇങ്ങനെയായി പോയി. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ധർമ്മസങ്കടത്തിലാണ് അച്ഛൻ എന്ത് പറഞ്ഞത് അല്ലെ. ഒന്നും പറയാതെ പറഞ്ഞു, മകനെ നീ ചെയ്യേണ്ടി വരുന്നല്ലേ. അപ്പൊ ശ്രീരാമൻ എന്താ ചെയ്ത്? അച്ഛന്റെ അല്ലെ വാക്ക് രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു? സ്വന്തം പദവിനെ ഉപേക്ഷിച്ച് കാട്ടിപ്പോയി. ഇത് ഒരു ദിവസം നമ്മൾ ജീവിതത്തിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾക്ക് ഈ സ്വത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ഉണ്ടാവും വീടുകളിൽ. സ്വത്ത് ഉപേക്ഷിച്ച് ആരെങ്കിലും കൊടുത്തു പോവില്ല നമ്മൾ. അതിന്റെ പേരിൽ എപ്പോഴും കേസായിരിക്കും. അപ്പോൾ ഈ കാര്യം ആലോചിച്ച് നോക്കൂ. നിരന്തരം ഓരോ രാമായണത്തിൽ ഓരോരുത്തരും ചെയ്ത ത്യാഗം. സീതാദേവി എത്ര ഉയർന്ന അവസ്ഥയാണ് ത്യാഗം ചെയ്ത് പോയത് അല്ലേ. അപ്പൊ നമ്മൾ ഓരോന്നും പഠിക്കണത് അതിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാൻ. നമ്മളൊരു ഗുരു ചില ഘട്ടത്തിൽ നമ്മളെ കൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആജ്ഞാപിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുരു ശരിയല്ല. പക്ഷെ ഗുരുവിന് നിവർത്തികേടുകൊണ്ടായിരിക്കും ചിലത് നമ്മളോട് ആജ്ഞാപിച്ചിട്ടുണ്ടാവുക. ഗുരു ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഗുരുവിന് അല്ലേ അങ്ങനെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്തു? ഈ ഗുരു ശരിയല്ല അല്ലെ, ഗുരുക്കന്മാരൊന്നും ശരിയല്ല. ഇതാണോ ശ്രീരാമൻ പഠിപ്പിച്ചത്? ആ ഗുരു അങ്ങനെ ഓർഡർ ചെയ്തിങ്ങി അദ്ദേഹത്തിനല്ലേ അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിന്റെ വാക്കുകള് അല്ലെ ശിരസ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്റെ സ്ഥാനത്തിന് നമ്മുടെ സ്ഥാനം കളയാനാണ് ഗുരു പറഞ്ഞെങ്കിൽ ആ സ്ഥാനം കളയണം നമ്മള്. ശ്രീരാമൻ അതല്ലേ ചെയ്തത്. ശ്രീരാമന്റെ രാജാവ് എന്നുള്ള സ്ഥാനം, യുവരാജ സ്ഥാനമാണ് ഉപേക്ഷിച്ച് പോയത് അച്ഛന് വേണ്ടിയിട്ട് അല്ലെ. ഇത് തന്നെയാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുക്കന്മാരൊക്കെ അച്ഛന്റെ സ്ഥാനമാണ്. അപ്പൊ അവരൊരു കാര്യം നമുക്ക് ഹിതമല്ലാത്തത് നമ്മളോട് നിർദ്ദേശിച്ചാലും ചിലപ്പോ നമ്മള് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഗുരുവിനോട് ഏറ്റുപറയാം, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നെങ്കിലും പറഞ്ഞിരിക്കുക. പകരം ആ ഗുരുവിന് കുറ്റം പറയാൻ പാടോ? ആ ഗുരു ശരിയല്ല എന്നാ പറയാൻ പാടില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അനുസരിക്കാനുള്ള മാനസിക ശേഷിയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ വളരെ സാധാരണ ആളുകളാണ്. അപ്പൊ ഗുരുദേവനോട് തുറന്നു പറയാ അല്ലെ, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാനുള്ള ബുദ്ധി ഇല്ല അല്ലെ, ശേഷിയില്ല. ഒന്നല്ലേ എന്നെ അനുഗ്രഹിച്ച് അതിനുള്ള ശേഷി ഉണ്ടാക്കി തരുമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. പകരം റിവെഞ്ച് എടുക്കുക ഗുരുക്കന്മാരോട്. എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത്. ഗുരുക്കന്മാരോട് റിവെഞ്ച് ചെയ്യുന്ന ശിഷ്യന്മാരും ആധ്യാത്മികയിലായിക്കോട്ടെ ഭൗതികതയിലായിക്കോട്ടെ. കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ കാര്യം പോക്കായി അല്ലെ. പ്രിൻസിപ്പൽമാരെ അവരെ തിരിച്ച് കൊല്ലുന്ന ഒരു സമൂഹം, ഗുരുക്കന്മാരും തിരിച്ച്. അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമുക്ക് ഈ രാമായണമായിട്ട് മഹാഭാരതം എല്ലാം നമുക്ക് ജീവിതത്തിൽ എത്ര കണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും എവിടെ ഉണ്ടാവില്ല. സത്സംഗത്തിലും പ്രശ്നം ഉണ്ടാവില്ല, വീട്ടിലും പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ ജോലി സ്ഥലത്തും പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെ? രാമായണം ശരിക്കും പഠിച്ചാൽ, രാമനും സീതയുടെയൊക്കെ കാര്യങ്ങൾ ശരിക്കും പഠിച്ച ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ വിട്ടുകൊടുക്കും. പോട്ടെ, ആ പദവി പോട്ടെ എന്ന് വെച്ച കാര്യം കഴിഞ്ഞില്ലേ. നമ്മുടെ സമ്പത്തോട് പൊക്കോട്ടെ, ആരെങ്കിലും എടുത്തു കഴിച്ചോട്ടെ, എന്താ പ്രശ്നം എന്ന് വിചാരിച്ച നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ അതിനെ പിടിച്ച് വലിയ വഴക്കാക്കി മാറ്റും. അതാണ്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെയും യഥാർത്ഥ കാര്യങ്ങളും പരമ ദിവ്യോത്തമ പുരുഷനാണ് അറിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. പരമപുരുഷൻ ഈശ്വരൻ അഥവാ പരമനീന്താവ് എന്ന് അറിയപ്പെടുന്നു. ഭഗവാന്റെ ലൗകിക ശക്തിനെ ഏകപാദ് വിഭൂതി എന്ന് പറയും. ഏകപാദ് വിഭൂതി പറഞ്ഞ ഞാൻ പറഞ്ഞു 1/4 അല്ലെ, 1/4 ഭാഗമാണ് ഭൗതിക ലോകം. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന് എന്താ പറയാ? ഭഗവാന്റെ ഏകപാദ് വിഭൂതി എന്ന് പറയും. പിന്നെ ഭഗവാന്റെ ത്രിപാദ വിഭൂതിയാണ് എന്ത്? ആധ്യാത്മിക ലോകം. അതായത് 3/4 1/4 ഭാഗവും എന്താണ്? ആധ്യാത്മിക ലോകമാണ്. അപ്പൊ ആധ്യാത്മിക ലോകത്തിന് ഭഗവാന്റെ ത്രിപാദ വിഭൂതി എന്ന് പറയും. തലയ്ക്ക് കയറുന്നില്ലേ? ഭൗതിക ലോകത്തിന് ഏകപാദ വിഭൂതി. ഏകപാദ് പറഞ്ഞാൽ 1/4 ഭാഗം, ത്രിപാദ് പറഞ്ഞാൽ 3/4 ഭാഗം. 3/4 ഭാഗം ആധ്യാത്മിക ലോകമാണ്.
ഇവിടെ അർജുനന് കാട്ടിക്കൊടുത്ത വിശ്വരൂപം ഭഗവാന്റെ മൗലിക രൂപമല്ല, ഭഗവാന്റെ യഥാർത്ഥ രൂപം ശ്രീകൃഷ്ണ രൂപമാണ്. ഇനി എന്താ പറഞ്ഞ, അർജുന്റെ മുന്നിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തില്ലേ, അത് ഭഗവാന്റെ യഥാർത്ഥ രൂപമാണോ? അല്ല, ഈ വിശ്വരൂപമാണ് കാണിച്ചു കൊടുത്തേക്കുന്നത് അല്ലെ. ഈ ഭൗതിക ലോകത്ത് വരുന്ന ഈ രൂപമാണ് വിശ്വരൂപം. ആധ്യാത്മിക ലോകത്തിന്റെ കൃഷ്ണ ഭഗവാൻ അല്ലെ, അത് ഗോലോക വൃന്ദാവനത്തിലുള്ള മൗലിക രൂപം, ഒറിജിനൽ രൂപമാണ് എന്ത്, കൃഷ്ണ ഭഗവാന്റെ രൂപം. അത് പറയുന്നുണ്ട്. അവ്യക്തിഗതവാദികൾ കൃഷ്ണൻ എന്നറിയപ്പെടുന്ന സ്ഫുടവും അതീന്ദ്രിയവുമായ ശാശ്വതമായ ഭഗവത് രൂപത്തെക്കുറിച്ചുള്ള യാതൊരു അറിവുമില്ലാതെ ഭഗവത് കിരണങ്ങൾ അഥവാ ഭഗവത് തേജസ്സിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. ഇനി അവ്യക്തിഗതവാദികൾ പറഞ്ഞാൽ ഈശ്വരൻ രൂപമില്ല എന്ന് വിചാരിക്കുന്ന ആളുകള് ഭഗവാന്റെ തേജസ്സിന്, ദിവ്യ തേജസ്സിന് മാത്രമേ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ, ഭഗവാന്റെ വ്യക്തി രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. പക്ഷേ ഇവിടെ പറയണത്, ബ്രഹ്മാവ് പറയണത് എന്താണ്, ബ്രഹ്മാവ് നാരദനെ പറയണത് മുഴുവൻ കേട്ടോ. ബ്രഹ്മാവ് പറയണത് ഭഗവാന്റെ മൗലിക രൂപം ഏതാണ്, ശ്രീകൃഷ്ണ രൂപമാണ് എന്ന് പറയുന്നത്. അത് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. ആനന്ദ ചിന്മയ രസപ്രതിഭാവിതാഭേസ്താഭിർയേവനി ജരൂപ ദയാകലാഭി ഗോലോകേവനി വസത്യഖിലാത്മഭൂതോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതായത് പരമദിവ്യോത്തം പുരുഷൻ ഗോവിന്ദൻ ഗോലോകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ അതീന്ദ്രിയധാമത്തിൽ വസിക്കുന്നു എന്നാണ് ഈ ശ്ലോകം. ബ്രഹ്മസംഹിതയാണത്, ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്. അതായത് ഭഗവാൻ പരമദിവ്യോത്തം പുരുഷൻ എവിടെ താമസിക്കുന്നത്, ഗോലോകത്ത് താമസിക്കുന്നു. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആത്മീയ ആഹ്ലാദ രശ്മികളുടെ വിസ്തരണത്താൽ സമഗ്ര സൃഷ്ടിയും അദ്ദേഹത്തിന്റെ കൺട്രോളാണ്. തന്റെ സൃഷ്ടിയുടെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം ഗോലോകത്തിലാണ്, ഇവിടെയുള്ള കാര്യം അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടാ, അദ്ദേഹം മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ആത്മീയ രശ്മികളുടെ വിസ്തരണത്താൽ എല്ലാതും അറിയുന്നു. അദ്ദേഹമാണ് മുക്കിലും മൂലയിലുള്ളത്. അപ്പൊ ഒരു പുൽക്കൂടി അനങ്ങണ്ടെങ്കിൽ അത് ഭഗവാന്റെ സമൂഹത്തോടെയാണെന്ന് പറയാൻ കാരണം എന്താ, എല്ലാവിടെ അദ്ദേഹത്തിന്റെ കണ്ണുണ്ട് അല്ലെ. എന്നാ അദ്ദേഹം എവിടെ ഇരിക്കണത്, ഗോലോകത്തില്. അതാണ് അദ്ദേഹം, അത് ഈശ്വരന് മാത്രമേ ശക്തിയുള്ളൂ. ആകയാൽ അദ്ദേഹത്തിന്റെ അചിന്ത്യ ശക്തിയാൽ അദ്ദേഹം ഒരേ സമയം വ്യക്തിഗതനും അവ്യക്തിഗതനുമാകുന്നു. ഒരേ സമയം അദ്ദേഹം വ്യക്തിയാണ് അല്ലെ ഗോലോകത്തില്, അതേപോലെ തന്നെ എന്താണ് രശ്മികളുടെ രൂപത്തിൽ, പ്രകാശ രൂപത്തിൽ എല്ലാവരുടെയും അവ്യക്തിഗതനായിട്ട് നിലകൊള്ളുന്നു. അപ്പൊ അദ്ദേഹം ഒരേ സമയം ആരാണ്, വ്യക്തിയുമാണ് അവ്യക്തിഗതനുമാണ്. അദ്ദേഹം സകലത്തിൽ നിന്നും വിഭാഗിക്കപ്പെട്ടവനെങ്കിലും ഒന്നും അദ്ദേഹത്തിൽ നിന്ന് ഭിന്നമല്ല. ഒന്നും തന്നെ ഭഗവാനിൽ നിന്ന് വേർപ്പെട്ടിട്ടുള്ള ഒരു സംഭവമില്ല. അതാണ് നമ്മൾ പറയുന്നത്, ദേവാന്മാരായ ശിവൻ, വിഷ്ണു എന്നിവയുടെ നാമത്തോട് വിഷ്ണുവിന് വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തമായോ സ്വതന്ത്രമായോ ചിന്തിക്കരുത്. അതായത് അവര് സ്വതന്ത്രമല്ല എന്ന വിഷ്ണുവിന് തുല്യവുമല്ല. അതായത് ഭഗവാന് തുല്യമായോ സ്വതന്ത്രമായോ ചിന്തിക്കുന്ന അപരാധമാണ്. ദേവന്മാര് ഭഗവാന് തുല്യമാണോ, അല്ല. എന്നാൽ ഭഗവാനിൽ നിന്ന് വേറിട്ടവരാണോ, അല്ല. അത് ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി വീണ്ടും ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നാരദ മഹർഷിയോട്, നാരദ ഞാനല്ല ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈശ്വരന്റെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. മഹാപുരുഷനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാഭിയിലെ താമരപ്പൂവിൽ ബ്രഹ്മാവ് ജാതനായപ്പോൾ യജ്ഞാനുഷ്ഠാനത്തിന് പരമദിവ്യോത്തം പുരുഷന്റെ അവയവങ്ങൾ ഒഴികെ ഭൗതിക ഘടക പദാർത്ഥങ്ങൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബ്രഹ്മാവ് ആദ്യം ജനിച്ചല്ലോ എവിടെ, പത്മസംഭവ എന്ന് പറഞ്ഞ എന്താണ്, താമരയിൽ ജനിച്ചു. താമരയിൽ ജനിച്ചപ്പോൾ യജ്ഞം ചെയ്യണം ബ്രഹ്മാവിന്. ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ യജ്ഞം ചെയ്യണം. യജ്ഞത്തിന് വേണ്ട സാധനങ്ങൾ എവിടെ, ഭഗവാന്റെ ശരീര അവയവങ്ങളിൽ നിന്ന് തന്നെ സാധനങ്ങൾ കിട്ടിയതെന്ന് മനസ്സിലായ. ഫസ്റ്റ് ഭൗതികമായിട്ടുള്ള ഒന്നുമില്ല. ആകെ ജനിച്ച ഭൗതികത ആരാണ്, ബ്രഹ്മാവാണ് ആകെ ജനിച്ചിരിക്കുന്നത് അല്ലെ. ഭഗവാനെ യജ്ഞം ചെയ്യാൻ ഭൗതികമായ ഒരു ഘടകമില്ല. ആ ഘടകങ്ങളെ യജ്ഞം ചെയ്യുന്നതിനുള്ള ഘടകങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടി, ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് കിട്ടിയത്. യജ്ഞ നിർവഹണത്തിന് എന്തൊക്കെ വേണം, പൂക്കൾ വേണം, ഇലകൾ വേണം, കുശപ്പുല്ല് വേണം, പിന്നെ യജ്ഞസംബന്ധിയായ ഘടക പദാർത്ഥങ്ങൾ, യജ്ഞവേദി, ഉചിതമായ കാലം വേണം, വസന്തകാലം വേണം, എന്നാലേ യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. കൂടാതെ യജ്ഞത്തിന് കുറെ ഉപകരണങ്ങൾ വേണം, ധാന്യങ്ങൾ വേണം, ശുദ്ധമായ നെയ്യ് വേണം, തേന്, സ്വർണം, ഭൂമി, ജലം, ഋഗ്വേദം, വേദങ്ങൾ വേണം. ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇത് പറയുന്നതല്ല. കാരണം ബ്രാഹ്മണര് വേണം അല്ലെ. വേദം യജ്ഞം അനുഷ്ഠിക്കുന്നതിന് വിശിഷ്ടരായിട്ടുള്ള 4 പുരോഹിതന്മാർ വേണം. ഇതൊന്നും അപ്പൊ ജനിച്ചിട്ടില്ലേ, ആകെ ബ്രഹ്മാവാണ് ജനിച്ചിരിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ബ്രഹ്മാവിനെ യജ്ഞം ചെയ്യാൻ? ഇതെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് എടുത്തതെന്നാ പറയുന്നത് അല്ലെ. കൂടാതെ വിഭിന്ന ദേവനാമങ്ങളെ വിശേഷങ്ങളായിട്ട് പ്രായശ്ചിത്ത പ്രതിജ്ഞകളായിട്ടൊക്കെ ആവാഹിക്കണം. യജ്ഞം ചെയ്യുമ്പോൾ പ്രായശ്ചിത്തത്തിനൊക്കെ വേണ്ടി ദേവന്മാരെ ആവാഹിക്കണം. ദേവന്മാരെ ജന്മെടുത്തിട്ടേ ഇല്ല
ബ്രഹ്മാവ് വേണം ജനിപ്പിക്കാൻ. അതിനു മുമ്പ് എങ്ങനെ ഇവരെയൊക്കെ ആവാഹിക്കും? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഇവരെല്ലാം ആവാഹിച്ചു. ഇതൊക്കെ ഭഗവാന്റെ ശരീരത്തിലുണ്ടെന്ന് അവരിൽ നിന്ന് ആവാഹിച്ചു. മനസ്സിലായോ? കംപ്ലീറ്റ് ഭഗവാനാണ് ഉറവിടം. ഈ ദേവന്മാരെ സൃഷ്ടിച്ച ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് സൃഷ്ടിച്ചാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് വെറും വിസർഗം, രണ്ടാമത്തെ സൃഷ്ടാവാണ് അല്ലെ. കംപ്ലീറ്റ് കൃഷ്ണന്റെ ദേഹത്തിലുണ്ട് ഇവരെല്ലാവരും. അപ്പോൾ ഇവിടെ ബ്രഹ്മദേവൻ മുകളിൽ പറഞ്ഞ എല്ലാ അവശ്യഘടകങ്ങളും യജ്ഞ സംബന്ധിയായ സാമഗ്രികളും പരമദിവ്യോത്തമ പുരുഷന്റെ വ്യക്തിഗത ശരീരഭാഗങ്ങളിൽ നിന്നും ഘടന ചെയ്തു എടുത്തു. ദേവന്മാരുടെ നാമധേയങ്ങളെ അഭിവന്ദിച്ചുകൊണ്ട് ബ്രഹ്മാവ് പരമലക്ഷ്യമായ വിഷ്ണു ഭഗവാനിൽ ക്രമേണ എത്തിച്ചേർന്നു. അങ്ങനെ ഭഗവാന്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദേവന്മാരെ പോലും പ്രകീർത്തിച്ചുകൊണ്ട്, സൃഷ്ടി ചെയ്തിട്ട് പോലുമില്ല ദേവന്മാരെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം വിഷ്ണുവിലെ തന്നെ എത്തിച്ചേർന്നു. ആര്? ബ്രഹ്മാവ്. മനസ്സിലായോ? അപ്രകാരം സർവയജ്ഞങ്ങളുടെയും പരമാസ്വാദകനും ആരാ? പരമാസ്വാദകൻ ഭഗവാൻ കൃഷ്ണൻ. പരമോന്നത ഭഗവാന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് യജ്ഞാർപ്പണത്തിന് വേണ്ട ഘടകപദാർത്ഥങ്ങളും സാമഗ്രികളും ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ബ്രഹ്മാവ് എന്താ സൃഷ്ടിച്ചത്? ഭഗവാന്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് യജ്ഞാർപ്പണത്തിന് വേണ്ടിയുള്ള സകലതും ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തു. ശേഷം ഭഗവാനെ പ്രീതിപ്പെടുത്താനായി ഇനി എവിടെ നിന്നാണോ കിട്ടിയതും ഭഗവാൻ, നമ്മളെന്തിനാ നിവേദിക്കണം? ഇതൊക്കെ തന്നത് ഭഗവാൻ തന്നെയാണ്. ആ തന്നെടുത്തിട്ട് കൃഷ്ണനെ സന്തോഷിപ്പിക്കുകയും കൃഷ്ണൻ നിവേദിക്കണം അല്ലേ. അതായത് നമ്മുടെ അച്ഛനാണ് കുട്ടികൾക്ക് എല്ലാ സാധനവും വാങ്ങിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ അച്ഛൻ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛന് ചോക്ലേറ്റ് ഒന്നും ആവശ്യമില്ല, പക്ഷെ ഭയങ്കര സന്തോഷമാവും അല്ലേ. മോൾ അത് ചെയ്തല്ലോ, അച്ഛന് തന്നല്ലോ എന്ന് ആലോചിച്ച് ആ സന്തോഷം കിട്ടാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. കൃഷ്ണന് ഇതൊന്നും നമ്മുടെ ആവശ്യമില്ല അല്ലെ. കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളതാണ്. പിന്നെ എന്തിനാ അദ്ദേഹത്തിന് ആവശ്യം? അദ്ദേഹം സ്വയം തൃപ്തനാണ്. പക്ഷെ എന്തിനാണ് നമ്മളല്ലേ അദ്ദേഹത്തിന് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്ഥാനം എടുത്തിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത്. ബ്രഹ്മാവ് ചെയ്ത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്ഥാനങ്ങൾ എടുത്തു അദ്ദേഹത്തിന്റെ പ്രീതിക്കായിട്ട് അല്ലെ. കൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് യജ്ഞം അനുഷ്ഠിച്ചു. അദ്ദേഹം ആദ്യത്തെ യജ്ഞം ബ്രഹ്മാവ് അനുഷ്ഠിച്ചു. ശേഷം ജീവസത്തുകളുടെ അധിപന്മാരായ നാരദ മഹർഷിയുടെ 9 ഭ്രാതാക്കളെ പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ വ്യക്തിത്വങ്ങളെ പ്രീതിപ്പെടുത്തുക. അതായത് ഇവരൊന്നും നാരദ മാത്രമേ വന്നുള്ളൂ, ഒരു പ്രത്യക്ഷപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായിട്ടുള്ള എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ, അപ്രത്യക്ഷമാവുന്നവരെ അല്ലെ, കാണാത്തവരെ പോലും പ്രീതിപ്പെടുത്താനായിട്ട് ബ്രഹ്മാവ് പല ആ യജ്ഞങ്ങള് അനുഷ്ഠിച്ചു. ക്ലിയർ ആവണില്ലേ? പറയുമ്പോ എല്ലാം ക്ലിയർ ആവുന്നുണ്ട് അല്ലെ. ശേഷം പിന്നെ ഇത് കണ്ടിട്ട് ബ്രഹ്മാവിനെ കണ്ടാണ് മനുക്കള്, ഋഷിമാര്, പൂർവ്വ പിതാമഹന്മാര്, പണ്ഡിതന്മാര്, ദൈത്യന്മാരാരാ? അസുരന്മാര്, മാനവരാശി പരമോന്നത ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ യജ്ഞം അനുഷ്ഠിച്ചു. ഇവരെല്ലാവരും ബ്രഹ്മാവിന് ശേഷമാണ് യജ്ഞങ്ങള് അനുഷ്ഠിക്കുന്നത്. ആരൊക്കെയാണ്? മനു, ഋഷിമാര്, പൂർവ്വ പിതാമഹന്മാര്, പണ്ഡിതര്, ദൈത്യന്മാര്, മാനവരാശി ഇവരെല്ലാവരും ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു. ഇനി ഭഗവാന്റെ ഇച്ഛയാൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും ശിവൻ സംഹരിക്കുകയും ചെയ്യുന്നു. ഇനി ഭഗവാൻ തന്നെ സ്വയം സകലതിന്റെയും രക്ഷിക്കാൻ അല്ലെ, സ്ഥിതിക്കായിട്ട് ഭഗവാൻ തന്നെ നിലകൊണ്ടു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവും സംഹരിക്കാനായിട്ട് ശിവനും, സ്വയം ഭഗവാൻ തന്നെ ഇത് സംരക്ഷിക്കണേ. കുറച്ച് നല്ല ശുദ്ധ സത്വം ഉണ്ടെങ്കിലേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. അത് നമ്മൾ പല ക്ലാസ്സുകളിലും ജയസാക്ഷി പ്രഭു പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മള് കല്യാണം കഴിക്കാൻ എളുപ്പമാണ്, ഡിവോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ 50-60 വർഷം ഇവരെ കൊണ്ടുപോകാൻ അല്ലേ. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഒരാളെ കൊണ്ട് കഴിച്ചു പോയി, നാളെ തന്നെ വേണമെങ്കിൽ കോടതിയിൽ പോയിട്ട് ഡിവോഴ്സ് ചെയ്യും. പക്ഷെ ഈ കഷ്ടപ്പാട് സഹിച്ച് ഇവരെ കൊണ്ടുപോകണ്ടേ. ഇവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള സ്വഭാവമൊക്കെ പുറത്തു വരും. ആദ്യം കാണുന്ന സ്വഭാവമൊക്കെ മാറില്ലേ, എല്ലാ നെഗറ്റീവ്സും നമ്മുടെ പുറത്തേക്ക് വരും അല്ലേ. ആ സമയത്ത് നമ്മൾ സഹിച്ചുകൊണ്ട് 10-60 വർഷം മരണം വരെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വിഷ്ണു നമ്മുടെ ഉള്ളിൽ വസിക്കണം. സത്വ ഗുണമാണ്. ശിവനും ബ്രഹ്മാവും വസിച്ചുകൊണ്ട് മാത്രം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല. സ്ഥിതി അല്ലേ, സ്ഥിതിക്ക് വളരെ ക്ഷമയും സ്നേഹവും സംയമനവും അല്ലെ, നിയന്ത്രണവും എന്തൊക്കെ വേണം മാതാജിമാർക്ക് അറിയാം. എന്നേക്കാൾ എക്സ്പീരിയൻസ് അല്ലേ. എനിക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ല, ഞാനൊക്കെ നല്ലവരെ കിട്ടിയത് അതുകൊണ്ട് അല്ലെ. അധികം വലിയ പ്രശ്നക്കാരല്ല എനിക്ക് വന്നുപെട്ട ബന്ധുക്കളും അച്ഛനും അമ്മയും ഹസ്ബൻഡും ഒക്കെ. പക്ഷെ അല്ലാണ്ട് അനുഭവിച്ചവരുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ആ പോര് ഈ പോര് ഭർത്താവുന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കാണ് അത് അറിയാം. ഇതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയുണ്ട് അല്ലെ. 10, 40, 50 വർഷം ഈ ബന്ധങ്ങളെ നമ്മൾ നെഗറ്റീവ് വരുമ്പോൾ നിലനിർത്താം. അതിന് നമുക്ക് ആര് വേണം ഉള്ളില്? കൃഷ്ണൻ വേണം, വിഷ്ണു അല്ലെ. വിഷ്ണു തത്വം അല്ലെ, അതായത് സംയമനം, സത്വഗുണം, ശുദ്ധ സത്വ അവസ്ഥയിലുണ്ടെങ്കിൽ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഒരു എക്സാമ്പിളാണ്, വീടുണ്ടാക്കാനാണോ പൊളിക്കാനാണോ അത് നിലനിർത്താനാണോ എളുപ്പം? 50 വർഷം ടാക്സ് ഒക്കെ കെട്ടി മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് വീടിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് സത്വഗുണം വേണം.
പൊളിക്കാൻ ഒരു ബോംബ് വെച്ചാൽ പെട്ടെന്ന് പൊളിക്കുക അല്ലേ, അല്ലെങ്കിൽ ഇടിച്ച് പൊളിക്കുക. കെട്ടാനും അത്യാവശ്യം ലോണൊക്കെ എടുത്ത് ആൾക്കാരൊക്കെ സഹായിച്ച് നമുക്ക് കെട്ടാനും പറ്റും. പക്ഷേ നിലനിർത്താൻ പറ്റുമോ? 19 വർഷം ഇത് ഒരു കുഴപ്പമില്ലാണ്ട് നിലനിർത്തണമെങ്കിൽ സത്വഗുണം വേണം. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം, സ്ഥിതി ആരാ ചെയ്യുന്നത്? വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ അത് സാധിക്കുള്ളൂ. നമ്മളും വിഷ്ണുവിൻ്റെ ഗുണങ്ങളിലേക്ക് ഉയർന്നാലേ നമുക്ക് നമ്മുടെ എല്ലാം നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. കുടുംബം, സത്സംഗമാണെങ്കിലും ഒരു 10 വർഷം 20 വർഷം 30 വർഷമൊക്കെ സത്സംഗത്തിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അവാർഡ് കൊടുക്കണം. 10-15 സ്വഭാവക്കാർ, 10-100 സ്വഭാവക്കാരാണ് ഒരുമിച്ചിരിക്കുന്നത്. ഇവർ ഒരുമിച്ച് പോകണമെങ്കിൽ സത്വഗുണം വേണം അല്ലേ. ഒരു 2 വർഷം വന്നു ടാറ്റ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ മരണം വരെ നമ്മളൊരു സത്സംഗത്തിൽ ഒരുമിച്ച് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എത്ര വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവണം അല്ലേ. പല നെഗറ്റീവും നമ്മൾ അടുക്കും തോറും എല്ലാവരും നെഗറ്റീവ് പുറത്തു വരും. ഒരു ദിവസം കാണുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നിരന്തരം നമ്മൾ കാണുമ്പോൾ നമ്മുടെ നെഗറ്റീവ് അവരുടെ നെഗറ്റീവ് പുറത്തു വരും. ആ നെഗറ്റീവിന് നമുക്ക് സഹിക്കാൻ പറ്റണമെങ്കിൽ ആര് വേണം? അവിടെ വിഷ്ണു വേണം അല്ലേ. ശിവനാണെങ്കിൽ ഒറ്റയടിക്ക് നിർത്തിയിട്ട് പോകും അല്ലേ. വിഷ്ണു ഉണ്ടാവണം അവിടെ. അതാണ് നമുക്ക് സത്വഗുണം ഉണ്ടെങ്കിലാണ് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അല്ലേ. ഭഗവാൻ സ്വയം തന്നെ സംരക്ഷ ഏറ്റെടുത്തു, സ്ഥിതി ഏറ്റെടുത്തു. അങ്ങനെ നാരദ മുനി ബ്രഹ്മാവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സ്പഷ്ടമായി ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആത്മീയവും ഭൗതികമായ ലോകത്തുള്ള കാര്യകാരണങ്ങളുടെയും പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ ആശ്രയിച്ചുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ആത്മീയ ആയിക്കോട്ടെ ഭൗതിക ആയിക്കോട്ടെ ഈ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ ആരുടെ കയ്യിലാണ്? ഭഗവാൻ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? നാരദ മഹർഷിക്ക്. നാരദ മഹർഷിക്കുള്ള സംശയം ഉണ്ടായിരുന്നു, അങ്ങാണോ ഈശ്വരൻ, അത് അങ്ങയ്ക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടോ? അതിനുള്ള ഉത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശ്വരൻ ആരാണ്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമമായ ഈശ്വരൻ ആരാണ്? കൃഷ്ണനാണ്. അദ്ദേഹം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപം, സത്ത് ചിത്ത ആനന്ദം അല്ലേ. ഈ മൂന്നും കൂടിയിട്ടുള്ള സ്വരൂപമാണ് അദ്ദേഹത്തിന്റെ. ഭൗതികതയെല്ലാം അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആ ബ്രഹ്മസംഹിത വായിച്ച് അറിയാം. അദ്ദേഹത്തിന്റെ ഭംഗിയും ഒക്കെ വർണ്ണിക്കുന്ന രൂപം അല്ലേ. വേണു ഗുണന്തമരവിന്ദ ദളായ ദാഷം. വേണു എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? ഓടക്കൂൽ ഊതിയിട്ട് അല്ലേ. പിന്നെന്താ? അരവിന്ദ ദളായ ദാക്ഷം, കണ്ണ് താമര ഇതൾ പോലുള്ള കണ്ണുകൾ അല്ലേ. ശ്യാമം ത്രിഭംഗ ലളിതം, ശ്യാമവർണ്ണത്തിലുള്ള ത്രിഭംഗ ലളിതം പറഞ്ഞാൽ 3 വളവോട് കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നിന്ന് കാല് പിണച്ച് വെച്ച് നിൽക്കണല്ലേ. ആ ഭാഗമാണ് ഇങ്ങനെ പറഞ്ഞു വർണ്ണിക്കുന്നത്. ആരാ വർണ്ണിക്കണേ? ബ്രഹ്മാവ് അല്ലെ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞ എല്ലാം ആരെ ആശ്രയിച്ചിട്ടാണ്? ഭഗവാനെ. അഹം സർവസ്യ പ്രഭവോ എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. മത്ത സർവം പ്രവർത്തത, എന്നാലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയണത്. ആകയാൽ യഥാർത്ഥ ആദികാരണം വിഗ്രഹ വ്യക്തി സ്വരൂപമാകുന്നു എന്ന് അടിവരയിട്ടാണ് ബ്രഹ്മാവൻ. വ്യക്തിയാകുന്നു, വ്യക്തി സ്വരൂപം. നിരാകാര ആത്മീയ തേജസ് ബ്രഹ്മജ്യോതി എന്നത് ഭഗവാന്റെ പ്രഭാവം മാത്രമാണെന്ന്. ബ്രഹ്മജ്യോതി ഉണ്ട്. ഈ ബ്രഹ്മ വിദ്യാർത്ഥികൾ തെറ്റൊന്നുമല്ല, അവര് ശരിയായിട്ട് തന്നെയാണ് ആരാധിക്കുന്നത്. പക്ഷെ ആ ബ്രഹ്മജ്യോതിയുടെ ഉറവിടം കണ്ടെത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അവര്. ബ്രഹ്മജ്യോതി അവർ ആരാധിക്കും. ആ ബ്രഹ്മജ്യോതി ഉണ്ട്. അത് എന്താണ് ബ്രഹ്മജ്യോതി? ഭഗവാന്റെ ശരീരത്തിലെ ദിവ്യപ്രഭ, അതാണ്. പിന്നീട് നാരദനോട് കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. പിന്നീട് നാരദനോട് ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ നാരദ, ഇനി ബ്രഹ്മാവ് പറയണാണ്, ഇതൊക്കെയും ബ്രഹ്മാവ് പറഞ്ഞു തന്നെയാണ്. അല്ലയോ നാരദ, പരമദിവ്യോത്തമ പുരുഷൻ ഹരിയുടെ പാതാരവിന്ദങ്ങളെ അത്യന്തം വ്യഗ്രതയോടെ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ ഞാൻ അരുളി ചെയ്യുന്നെല്ലാം അസത്യങ്ങളായി ഭവിക്കില്ല. ഞാൻ ആരുടെ പാദത്തിലാണ് മുറുകെ പിടിച്ചിരിക്കണേ? ഹരിയുടെ പാദത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, അസത്യമല്ല. മാത്രമല്ല എൻ്റെ മനസ്സിന്റെ പ്രമാണം എപ്പോഴെങ്കിലും തടയപ്പെടുകയോ ഭൗതികതയോടുള്ള താൽക്കാലിക ആസക്തിയിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ എപ്പോഴെങ്കിലും അധപതിച്ചിട്ടോ ഇല്ല എന്ന് ബ്രഹ്മാവ് പറയുന്നത്. ഭഗവാന്റെ കാലിൽ മുറുക്കെ പിടിച്ച കാരണം എൻ്റെ ഇന്ദ്രിയങ്ങൾ അധപതിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യം പറയണ്ട, എന്തുകൊണ്ടാണ് പതിക്കാത്തത്? ഭഗവാന്റെ പാദത്തിൽ മുറുകെ പിടിച്ച കാരണം. നമുക്ക് കിട്ടണം, നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലേ. മുറുകെ പിടിക്കുക, വിടരുത് അല്ലേ. വിടാതെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മായയിലും പെടില്ല. ഞാൻ ശിഷ്യശ്രേണിയിൽ വേദജ്ഞാനത്തിൽ, ഞാൻ അടുത്തത് പറയണം, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബ്രഹ്മാവ് പറയണം, ഞാൻ ആരാണ്? ശിഷ്യശ്രേണിയിലെ വേദജ്ഞാനത്തിൽ പൂർണ്ണ അഭിജ്ഞനായിട്ടുള്ള ബ്രഹ്മാവ് എന്ന പദവിയുള്ള ആളാണ്. പിന്നെയോ ഞാൻ സർവ്വ തപശ്ചര്യകൾ അനുഷ്ഠിച്ച ആളാണ്. യോഗശക്തികൾ ഞാൻ മുൻപനാണ്, നിപുണനാണ്, ആത്മസാക്ഷാത്കാരം ലഭിച്ചവനാണ്, സിദ്ധിച്ചവരാണ്. എന്നെ സാദരം പ്രണമിക്കുന്ന ജീവസത്തുകളുടെ പൂർവികന്മാരാൽ അവണ്ണം പ്രത്യേക അഭിജ്ഞാനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. എല്ലാ പൂർവികന്മാരും എന്നെ അത്രയധികം ശരണാഗതി പ്രാപിക്കുന്നു. എന്നിട്ടും എൻ്റെ ജന്മസ്രോതസ്സായിട്ടുള്ള ഭഗവാനെ എനിക്ക് അറിയില്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞു അല്ലേ. ബ്രഹ്മാവ് ആരാണ്? ഞാൻ ബ്രഹ്മാവാണ്. ആ പദവി ഏറ്റവും ഉയർന്ന ആള് ഭൗതിലോക ബ്രഹ്മാവാണ്. ഞാൻ യോഗശക്തിയിൽ നിപുണനാണ്, ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവനാണ്. പിന്നെന്താ പറഞ്ഞത്? തപശ്ചര്യകൾ അനുഷ്ഠിച്ചവനാണ്. എല്ലാവരും എന്നാണ് സറണ്ടർ ചെയ്യുന്നത്. എനിക്ക് എന്നെ സൃഷ്ടിച്ച കൃഷ്ണനെ കുറിച്ച് ഒരു വസ്തു അറിയില്ല അല്ലേ. ആ ഭഗവാനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട്
ഒന്നുമേറെ എൻ്റെ ജന്മസ്രോതസ്സായിട്ടുള്ള ഭഗവാനെ എനിക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നാരദ എന്ന് നാരദനോട് പറയണം. ആ ഗുരു ശിഷ്യ സംസാരം നല്ല രസമുണ്ട്. ആകയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാദാംബുജങ്ങളെ ശരണം പ്രാപിക്കണം ഏറ്റവും ഉത്തമം. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും അറിയില്ല കൃഷ്ണനെ കുറിച്ച്. വേഗം ശരണം പ്രാപിക്കുകയാണ് എനിക്ക് ഉത്തമമായിട്ടുള്ളത്. അതിന് മാത്രമേ, ആ ശരണം പ്രാപിക്കലിന് മാത്രമേ ജനന മരണ ചക്ര ആവൃത്തിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ, മോചിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുവനെ മുക്തനാക്കണേ ഭഗവാന്റെ പാദത്തില് ശരണം പ്രാപിക്കണം. അത്തരത്തിലുള്ള സ്വയം സമർപ്പണം ഒരുവനെ സർവമംഗളവും സകല സന്തോഷം അനുഭവിക്കാൻ അനുവദിക്കുന്നു. ഇനി നമുക്ക് സർവമംഗളവും സന്തോഷം വേണം അല്ലേ? എല്ലാവർക്കും ആഗ്രഹമാണത്. അത് ആരാ അനുവദിക്കുക? ഭഗവാന്റെ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാൻ അനുവദിക്കും നമുക്ക് അല്ലേ? ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുക, അതും പാദാംബുജങ്ങളെ ശരണം പ്രാപിക്കുക. എന്താ പറയാ, ആ ശരണം പ്രാപിക്കുമ്പോൾ അത് എല്ലാം അനുഭവിച്ചിരുന്നു. അതിന്റെ സീമ ഇനി ഒരു കാര്യം, ഇനി ആകാശത്തിന് അതിന്റെ സീമ അളക്കാൻ അറിയില്ല സ്വയം, എവിടെയുണ്ട്? അതുപോലെ കൃഷ്ണ ഭഗവാന് സ്വയം കൃഷ്ണന്റെ സീമ അറിയില്ല എന്നാ പറയണത്. പിന്നെ നമുക്ക് എങ്ങനെ അറിയും? സ്വയം ഈശ്വരൻ ആരാണ്? കൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന്റെ സീമ എത്രയെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ നാരദ നമുക്ക് പറയാൻ പറ്റുന്ന പറയണത് അല്ലെ? എങ്ങനെ നമുക്ക് സാധിക്കും മറ്റുള്ളവർക്ക്? ആകാശത്തിന്റെ സീമ അറിയാത്ത പോലെ എങ്ങനെ? ആ ഉപമകൾ കണ്ടില്ലേ? ഇനി ശിവനോ താങ്കൾക്കോ എനിക്കോ ആത്മീയാനന്ദത്തിന്റെ പരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്നിരിക്കെ മറ്റ് ദേവന്മാർക്ക് എങ്ങനെയാണത് കഴിയുക? ഏറ്റവും ഉയർന്ന ദേവന്മാരാണ് ശിവനും ബ്രഹ്മാവും ഒക്കെ അല്ലെ? നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണത് കഴിയുക? നാം എല്ലാവരും ഭഗവാന്റെ മായികമായ ബഹിരംഗ ശക്തിയാൽ വിഹുലരാകയാൽ നമുക്ക് നമ്മുടെ വ്യക്തിഗത കഴിവിനനുസരിച്ച് ഈ വിശ്വപ്രപഞ്ചത്തെ വീക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മളെല്ലാവരും ആ ഭഗവാന്റെ മായിക ശക്തിയുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് ഈ വിശ്വപ്രപഞ്ചത്തെ നോക്കിക്കാണുക, ഇത് മാത്രമേ കഴിയുള്ളൂ. ബ്രഹ്മാവിന്റെ ആ നില പറയാണ്, നിലവാരം അത്രേ എനിക്ക് കഴിയുള്ളൂ അല്ലേ? കാരണം ബ്രഹ്മാവിനെ പോലും മോഹിപ്പിച്ച ലീല നമ്മൾ കണ്ടതല്ലേ, ബ്രഹ്മവിമോഹന ലീല അല്ലേ? പശുക്കുട്ടികളെയും ഗോപന്മാരെയും തട്ടിക്കൊണ്ടുപോയപ്പോ അല്ലേ, ബ്രഹ്മാവ് വിചാരിച്ചു നോക്കാം ഈ ബാലൻ, ഈ ചെറിയ ബാലൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു സുഖമായിട്ട് ജയിക്കണം. അതേ ബാലകന്മാർ അതേ പശുക്കുട്ടികളായിട്ട് ഭഗവാൻ വിസ്തരിച്ചു. ഭഗവാൻ സ്വന്തം അമ്മയ്ക്ക് കുട്ടികൾ അറിയാത്ത പോലെ ഭഗവാൻ എല്ലാവരെയും അറിയാം. എല്ലാവരുടെ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും സൗണ്ടൊക്കെ വ്യത്യാസമായിരിക്കും ഓരോരുത്തർക്കും അല്ലേ? ഓരോരുത്തരുടെ സൗണ്ട് വ്യത്യാസമായിരിക്കും, നിറം വ്യത്യാസമായിരിക്കും, രൂപം എത്ര വ്യത്യാസങ്ങളുണ്ടാവും. കംപ്ലീറ്റ് വ്യത്യാസം അനുസരിച്ച് ഭഗവാൻ വ്യത്യസ്തമായിട്ട് വിസ്തരിച്ചു. ബ്രഹ്മാവ് അതാണ് ആകെ പെട്ടുപോയി, ഇതെന്താ ഇവിടെ സംഭവിക്കണേ അല്ലേ? അപ്പൊ ബ്രഹ്മാവിനാകെ വിഷമായിട്ട് സങ്കടമാണ് കണ്ടപ്പോൾ ഭഗവാൻ തന്നെ മായ നീക്കുമ്പോൾ കാണുന്ന സർവത്ര വിഷ്ണു രൂപങ്ങളാണ് കാണുന്നത് അല്ലേ? കോടിക്കണക്കിന് ആൾക്കാരും വിഷ്ണു രൂപത്തിൽ, ഈ ബാലകന്മാരും പശുക്കുട്ടികളും പശുക്കിടങ്ങളും ഗോപന്മാരൊക്കെ ഏത് രൂപത്തിലാണ് കാണുന്നത്? വിഷ്ണു രൂപത്തിൽ, സർവത്ര വിഷ്ണു രൂപത്തിൽ. ആ ബ്രഹ്മാവിന് പോലും അറിയില്ല ഭഗവാൻ എന്താ ചെയ്യണമെന്നുള്ളത് അല്ലേ? വെറുതെ നോക്കി കാണാതൊക്കെ സന്തോഷിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, ഇത്രയേ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് പറയണത്. ആരുടെ അവതാര കർമ്മങ്ങളാണോ നമ്മാൽ വർണ്ണനം ചെയ്യപ്പെടുന്നത് ആ പരമദിവ്യോത്തം പുരുഷനെ ഞാൻ സാദരം പ്രണമിക്കുന്നു എന്ന് വരികിലും പൂർണ്ണമായി അദ്ദേഹത്തെ യഥാരൂപത്തിൽ ഗ്രഹിക്കുക ദുഷ്കരമാണ്. അപ്പൊ നമ്മൾ ആരുടെ അവതാര ലീലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന് സാദരം പ്രണമിക്കല്ലാണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ആ യഥാർത്ഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇനി ആ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന്റെ പൂർണ്ണ അംശമാണ് മഹാവിഷ്ണു, കർണതകശ വിഷ്ണു. അദ്ദേഹത്തിന്റെ ആദ്യ അവതാരമായ മഹാവിഷ്ണുവായിട്ട് വിസ്തരിക്കുകയും ഈ സ്പഷ്ട പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇപ്പൊ സ്പഷ്ട പ്രപഞ്ചമാണ് നമ്മളിപ്പോ കാണുന്ന പ്രപഞ്ചം. ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആരാണ്? മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ആരാണ്? ആരുടെ പൂർണ്ണാംശമാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അംശമായിട്ടുള്ള മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെ? സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അദ്ദേഹം അജനാകുന്നു. ഇനി ഇങ്ങനെ സൃഷ്ടിച്ചെങ്കിലും ഭഗവാൻ ആരാണ്? അജൻ, ജനനമില്ലാത്തവനാണ്, ജനനരഹിതൻ. സൃഷ്ടി അദ്ദേഹത്തിൽ സംഭവിച്ചുവെന്നാലും ഭൗതിക തത്വവും ആവിഷ്കരണങ്ങളുമെല്ലാം സ്വയം അദ്ദേഹം തന്നെ ആകുന്നു. അല്പകാലത്തേക്ക് അദ്ദേഹം അവയെ സൃഷ്ടിച്ച് നിലനിർത്തുകയും വീണ്ടും അതിനെ സംഹരിക്കുകയും ചെയ്യുന്നു. കുറച്ചു കാലത്തേക്ക് നിലനിർത്തി അത് കഴിഞ്ഞത് സംഹരിക്കുകയും ഉൾവലിക്കുകയും ചെയ്യുന്നു. ഭൗതിക ഛായയുടെ എല്ലാവിധ ദുഷിപ്പിക്കലിൽ നിന്ന് സ്വതന്ത്രമാകിയാൽ പരമദിവ്യോത്തം പുരുഷൻ വിശുദ്ധനാകുന്നു. ഇനി ഭഗവാനെ കുറിച്ച് വീണ്ടും പറയാണ്, ഈ ഭൗതികമായ ഒരു ഛായ, ഭൗതിക സൃഷ്ടിയൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിലും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വിശുദ്ധനാണ്. ഭൗതികതയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു ബന്ധവും ഇല്ല.
അതുകൊണ്ട് അദ്ദേഹം എന്താണ്? പരമപവിത്രൻ, വിശുദ്ധനാണ്. അദ്ദേഹം പരിപൂർണ സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരനാണ് അല്ലേ? സത്യം പരം ധീമഹി അല്ലേ? സമഗ്ര ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവം അദ്ദേഹമാണ്. അദ്ദേഹം സർവ്വവ്യാപിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത് നാരദനോട്. എൻ്റെ ഈശ്വരൻ ആരാണെന്നോ പറഞ്ഞു കൊടുക്കുകയാണ് നാരദനോട് അല്ലേ? എൻ്റെ മുകളിലുള്ള ആരാണെന്നല്ലേ നിനക്ക് അറിയേണ്ടത്? ആ ആളാരാണ്? പരിപൂർണ സത്യമാണ്. അദ്ദേഹമാണ് സമഗ്ര ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ജ്ഞാനം. അദ്ദേഹം സർവ്വവ്യാപിയാണ്. അജാത ശത്രുവാണ്, ശത്രുരഹിതൻ, ശത്രു ഇല്ലാത്തവൻ. അജാത ശത്രു പറഞ്ഞ ആരാണ്? ശത്രു ഇല്ലാത്തവൻ. അജാത ശത്രുവിന് ഒരു പേര് കൂടി ഉണ്ട് ഇവിടെ, യുധിഷ്ഠ മഹാരാജാവിന്. യുധിഷ്ഠ മഹാരാജാവിന് ശത്രുക്കളേ ഇല്ല അല്ലെ? ദുര്യോധന പോലും യുധിഷ്ഠിന്റെ ഇഷ്ടമാണ് അല്ല, അത്രയും നല്ല പെരുമാറ്റമായതുകൊണ്ട്. അപ്പൊ അതുപോലെ ഭഗവാൻ അതുപോലെ ശത്രുക്കളില്ല എന്ന് പറയണം. ആദിയും അന്തവും ഇല്ലാത്തവനാണ് അല്ലെ? ആദ്യവും ഇല്ല അന്തവും ഇല്ല, തുടക്കം എവിടുന്നോ അവസാനിക്കും എവിടുന്നോ എന്ന് അറിയില്ല ഭഗവാന്റെ അല്ലേ? അല്ലയോ നാരദ, ഹേ മഹാമുനെ, സർവ്വവിധ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് മുക്തനാവുകയും ഇന്ദ്രിയങ്ങളുടെ അപ്രക്ഷുബ്ധമായ അവസ്ഥകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യപ്പെടുമ്പോൾ മഹാചിന്തകന്മാർക്ക് അദ്ദേഹത്തെ അനുഭവിച്ചറിയാൻ കഴിയും. എപ്പോഴാണ് അനുഭവിച്ചറിയാൻ പറ്റുക തന്നെ? നമുക്ക് എപ്പോഴാണ് മഹാമുനെ, നമുക്ക് കൃഷ്ണനെ എപ്പോഴാണ് അനുഭവിച്ചറിയാൻ പറ്റുക? ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് മുക്തി വരുമ്പോൾ, സർവ്വവിധ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി വരുമ്പോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രക്ഷുബ്ധ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുമ്പോൾ അല്ലേ? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ദ്വന്ദ്വങ്ങൾ അല്ലേ? ഈ വക എല്ലാ അഴുക്കുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമ്പോൾ അല്ലേ? അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാം. പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയണ്ടല്ലോ, മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അദ്ദേഹത്തെ അനുഭവിച്ചറിയാം, മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ അനുഭവിച്ചറിയാനായിട്ട് പറ്റും, അദ്ദേഹത്തെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അന്യത അല്ലെങ്കിലോ അസ്വീകാര്യമായ വാദങ്ങളാൽ നമ്മൾ എന്ത് ചെയ്യും? സർവവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ഭഗവാൻ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ, ഏത് രീതിയിൽ? ഭൗതികമായ എല്ലാ അഭിലാഷങ്ങളിൽ നിന്നും മുക്തമായി, എല്ലാ പ്രക്ഷുബ്ധമായ ചിന്തകളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും മുക്തമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അനാവശ്യമായ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനവും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ ദൃഷ്ടിപഥത്തു നിന്ന് ഭഗവാൻ അകന്നു പോകും. മായയുടെ മൂടുപടങ്ങളിടും. ഭഗവാനെ കാണാൻ പിന്നെ പറ്റുമോ? പറ്റില്ല. ഇനി കാരണോദകശായ വിഷ്ണു പരമപുരുഷനായ ഭഗവാന്റെ പ്രഥമ അവതാരമാവും. നമ്മൾ പറഞ്ഞോ, ഭഗവാന്റെ ആദ്യത്തെ അവതാരം പുരുഷാവതാരമാണ് ആര്? കാരണോദകശായ വിഷ്ണു. അതാണ് മഹാവിഷ്ണു. അദ്ദേഹമാണ് മഹത്തത്വത്തിനെ നോക്കിയിട്ട് സൃഷ്ടി നടത്തുന്നത്, ഭൗതിക സൃഷ്ടി നടത്തുന്നത്. ഇനി അതൊക്കെയാണ് പരമപുരുഷ അവതാരമാണ്. ഇനി അനാദ്യന്തമായ കാലം, ദേശം, കാര്യകാരണങ്ങൾ, പരിണാമങ്ങൾ, മനസ്സ്, ഘടകങ്ങൾ, ഭൗതികമായ അഹംബോധം, പ്രകൃതി ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഭഗവാന്റെ വിരാട് രൂപം, ഗർഭോദകശായ വിഷ്ണു, ചരവും അചരവുമായ സർവ്വജീവജാലം എല്ലാറ്റിൻ്റെയും അധിപൻ അദ്ദേഹമാകുന്നു. ആരൊക്കെയാണ് അധിപൻ? കാരണോദകശായ വിഷ്ണുവിന്റെ അധിപൻ അദ്ദേഹമാകുന്നു. ഇനി ആരാണ്? ദേശം, കാലം, പരിണാമങ്ങൾ, മനസ്സ്, ഘടകങ്ങൾ, ഭൗതികമായ അഹംബോധം, പ്രകൃതി ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, വിരാട് രൂപം, ഗർഭോദകശായ വിഷ്ണു, ചരാചരങ്ങളെല്ലാം, സർവജീവ എല്ലാത്തിന്റെ അധിപൻ, കൺട്രോളർ ആരാണ്? കൃഷ്ണ ഭഗവാനാകുന്നു. ലാസ്റ്റ് പാർട്ടായിട്ടാ ഇനി പറയണേ, ഞാൻ ബ്രഹ്മാവ് പറയണ, ഞാൻ ശിവൻ, ഭഗവാൻ വിഷ്ണു എന്നിവരും ദക്ഷൻ, പ്രജാപതി തുടങ്ങിയ ജീവവ്യക്തികളുടെ ശ്രേഷ്ഠ ജനയിതാവും അങ്ങ് എന്ന് പറയുമ്പോൾ നാരദനും കുമാരന്മാരും പിന്നെ ഇന്ദ്രൻ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെന്താ പറയുക, നമുക്ക് കുറെ ആളുകൾക്ക് കൺഫ്യൂഷനുള്ള ഭാഗമാണ് അവിടെ മാറ്റുന്നത്. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ പോലുള്ള സ്വർലോക ദേവന്മാര്, പിന്നെ ആരാണ്? ഭൂർലോക അധിപന്മാര്, ഭൂർലോകത്തിൽ അധിപന്മാര്, ഭൂലോക ദേവന്മാര്, അധമലോകത്തിന്റെ നാഥന്മാര്, പിന്നെ ഗന്ധർവ ലോകത്തിലെ ഈശ്വരന്മാര്, പിന്നെ വിദ്യാധര ലോകത്തിന്റെ നായകൻ, സകല 14 ലോകങ്ങളുടെ ആൾക്കാരെ പറയുന്നത്, ചാരണ ലോകത്തിന്റെ തലവന്മാര്, യക്ഷരുടെയും രക്ഷസുകളുടെയും പിന്നെ ഉരകങ്ങളുടെയും അധിപന്മാര്, ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമാര്, മഹാ അസുരന്മാര്, നാസ്തികര്, പിന്നെ സിദ്ധലോകത്തിന്റെ മാർഗദർശകര്, പിതൃക്കള്, പിശാചുക്കള്, സാത്താന്മാര്, ജിന്നുകള് ഒക്കെ ഉപയോഗിച്ച പദം നോക്കി എന്തൊക്കെയാണ് 5000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്നത്. ജിന്നുകളൊക്കെ അപ്പം ഇല്ല പറയണ കേട്ടിട്ട് കൂടി ഇല്ല. അതിനു മുമ്പ് അവർ എഴുതിയിട്ടുണ്ട് ജിന്നുകളെ കുറിച്ച്. ജിന്നുകളൊക്കെ ക്രൈസ്തവ മതത്തിന് ശേഷം അല്ല, മുസ്ലിം മതത്തിന് വന്നപ്പോഴല്ലേ ജിന്നുകളെ കുറിച്ച് നമ്മൾ കേട്ടത്. അതിന് മുമ്പാണല്ലോ 5000 വർഷം മുമ്പ് എഴുതിയപ്പോൾ അപ്പഴും ജിന്നുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അവര് അല്ലെ? ജിന്നുകള്, കൃഷ്ണ കുഷ്മാണ്ഡങ്ങള്, വലിയ ജലജീവികള്, ക്രൂര മൃഗങ്ങള്, വലിയ പക്ഷികള് ഇത്യാദികളും മറ്റൊരു തരത്തിലെ ശക്തി, വിഭവം, മാനസികവും ഇന്ദ്രിയ സംബന്ധമായ ദക്ഷത ശക്തി, ക്ഷമ, സൗന്ദര്യം, നമ്രത, ലജ്ജാശീലം, ഐശ്വര്യം, ആകാരത്തോടു കൂടിയതും ഇല്ലാത്തതുമായ വംശം അഥവാ പരമ സത്യ ഗുണങ്ങളോടുകൂടിയ
അപത്യം എന്നിവ അസാധാരണ വിധം അധികതമായ സർവവും സൂക്ഷ്മമായ സത്യവും ഭഗവത് രൂപമായി പ്രാദുർഭവിച്ചേക്കാം. എന്താ പറഞ്ഞത്? നാരദ, അല്ലയോ നാരദ, ഈ പറഞ്ഞൊക്കെ ചിലപ്പോൾ ഭഗവത് രൂപമായിട്ട് നിനക്ക് തോന്നാം, പക്ഷെ അത് അങ്ങനെയല്ലാന്ന്. ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, സാത്താന്മാര്, ജിന്നുകള്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ദേവന്മാര്, ശിവൻ. ആദ്യം തുടങ്ങി ഞാൻ എന്നാണ് ആള്. ഞാൻ ബ്രഹ്മാവ്, ശിവൻ, പിന്നെ നാരദ, അങ്ങ്, കുമാരന്മാര്, പിന്നെ അതേ പറഞ്ഞത് സ്വർലോകദേവന്മാര്, ഭൂർലോകാധിപതികള്, നാഗകന്യകന്മാര് അല്ലെ, അതിൻ്റെ സിദ്ധചാരണ ഗന്ധർവന്മാര്, ജിന്നുകള്, കുഷ്മാണ്ഡങ്ങള്, സാത്താന്മാര്, പിതൃക്കള്. അങ്ങനെ കുഷ്മാണ്ഡന്മാര് പറഞ്ഞ ഒരുതരം പിശാചിനികളാണ്, പിശാചികള്. അതെ അതെ അതറിയാം, എനിക്കറിയില്ല. അതെയോ, അതെനിക്കറിയില്ല. അതല്ലേ, ഇത് വെച്ചുള്ള അർത്ഥം വല്ലതായിരിക്കും അല്ലെ. ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാഗിനികളെ പോലുള്ള ആൾക്കാരല്ലേ, അങ്ങനെയുള്ള ആൾക്കാരിനാണ് ഈ പറയണത്, നെഗറ്റീവ് എനർജികൾ. പക്ഷെ അവർക്ക് കുറെ കഴിവുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് കാണുമ്പോ. പല കഴിവുകളും ഇവർക്കൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ നിസ്സാരക്കാരല്ല അല്ലേ. ഇതെന്താ പറയാ, പിന്നെ നല്ല സൗന്ദര്യമുള്ളവർ നമ്മൾ കാണും. ക്രൂര മൃഗങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും സിംഹമാണ് ഏറ്റവും വലുത് അല്ലെ. അങ്ങനെ അതുപോലെ സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ അതിൽ വീഴും. നമ്മൾ നല്ല വിനയുള്ളവരെ കാണുമ്പോൾ ലജ്ജാശീലം, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പല ഈശ്വര രൂപങ്ങളായിട്ട് തോന്നും. പക്ഷെ അത് അങ്ങനെയല്ലാന്ന്, അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ബ്രഹ്മാവ് പറയണത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം. ഇത് അധികതമായ സർവവും സൂക്ഷ്മമായ സത്യവും ഭഗവത് രൂപമായിട്ട് പ്രാദുർഭവിച്ചേക്കാം. നിങ്ങളുടെ മുന്നിൽ ഇത് ഭഗവാന്റെ രൂപമായിട്ട് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അവ അപ്രകാരം അല്ല നാരദ. ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണനാണ്. ഇവരൊന്നും ഭഗവാനല്ല, അതിന്റെ ഭഗവാന്റെ രൂപമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാന്ന്. അവ ഭഗവാന്റെ അതീന്ദ്രിയ ശക്തിയുടെ ഒരു അംശം മാത്രമാണെന്ന്. ഈ ശക്തികളൊക്കെ ഇവർ കാണിക്കണ ഭഗവാന്റെ കേവലം ശക്തിയുടെ ഒരു അംശം മാത്രമാണ്. ഇവരൊക്കെ പ്രകടിപ്പിക്കുന്ന ശക്തികൾ ഒരംശം. അപ്പൊ ബാക്കി എത്ര അംശമുണ്ട്? 100 അംശം ഉണ്ടെങ്കിൽ അതിൽ 99 അംശം ഭഗവാന്റെ കയ്യിലാണ്. വെറും ഒരംശം കണ്ടിട്ടാണ് ഇവർ കാണിക്കുന്ന എല്ലാ യോഗശക്തികളും എല്ലാ ശക്തി വൈഭവങ്ങളും നമ്മളെ അട്രാക്ട് ചെയ്യണവരൊക്കെ. ഇതെല്ലാം കേവലം ഒരു അംശം കൊണ്ടാണ് അല്ലേ. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ ശക്തിയുടെ ഒരു അംശം മാത്രമാണ്. അപ്പൊ കൃഷ്ണ ഭഗവാന്റെ ആ സുപ്രീമസി മനസ്സിലായോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മനസ്സിലായില്ലേ? ഒന്നല്ല നമ്മളൊന്നുമല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, അതാത് സ്ഥലത്ത് ഇരിക്കുക, മിണ്ടാണ്ട് അല്ലേ. എന്താണ് ഒരു സിനിമാ പാട്ടിൽ പറയേണ്ടത്? എൻ്റെ അച്ഛനൊക്കെ പാടുന്ന കേട്ടാ, പണ്ടത്തെ തമിഴ് പാട്ടാണ്. പരമശിവൻ എന്താണ് പാമ്പിനോട് ചോദിക്കുകയാണ്, ഗരുഡ സൗഖ്യമാന്ന്. ഗരുഡൻ ചോദിച്ചു, പരമശിവൻ
പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു. അതാണ് എനിക്ക് മറന്നു. പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡാ സൗഖ്യമാണ്. അപ്പൊ ഗരുഡൻ പറഞ്ഞു ഇരിക്കുമിടത്തിലിരുന്ന എല്ലാവർക്കും സൗഖ്യമേ ഗരുഡൻ ചൊന്നത് തിരുവല്ലി. അതായത് പാമ്പ് ശിവന്റെ കഴുത്തിലിരുന്ന പോലെ സ്റ്റൈലായിട്ട് ഗരുഡനോടെ ചോദിക്കണേ. ഗരുഡന് വന്നിട്ട് പാമ്പിനെ കൊത്തിക്കൊണ്ടുപോകുന്ന ആളല്ലേ. അപ്പൊ ഇവിടെ ശിവന്റെ കഴുത്തിലല്ല, ഭയങ്കര സ്റ്റൈൽ, ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കണത് ഗരുഡ സൗഖ്യമാണോ എന്ന്. ഇവിടെ പേടിയുണ്ട്, തന്നെ പുറത്തു പോയാൽ പേടിക്കും അല്ലേ. ശിവന്റെ കഴുത്തിലായതുകൊണ്ട് ചോദിക്കാം. അപ്പൊ ഗരുഡൻ പറഞ്ഞു ഇരിക്കുമിടത്തിലിരുന്നാൽ എല്ലാവർക്കും സൗഖ്യമേ എന്ന് പറയല്ലേ. എല്ലാവരും അതാത് സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമായിരിക്കും. അത് ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ നമ്മൾ ഈശ്വരനാണ്, നമ്മൾ ബ്രഹ്മാവാണെന്നൊക്കെ കരുതി നടന്നു കഴിഞ്ഞാൽ അല്ലേ പ്രശ്നമാവും, നമ്മൾ അകപ്പെടും അല്ലേ. നമ്മുടെ സ്ഥാനം എന്താന്നിപ്പോ മനസ്സിലായില്ലേ? ഒന്നും അല്ലാന്ന് മനസ്സിലായി. ഏറ്റവും താഴെ അല്ലേ, അതെ ഏറ്റവും താഴെ നമ്മൾ ഒരു എത്രയോ അംശത്തിന്റെ താഴെയാണ്. ആ വിനയത്തോടുകൂടി ആ കിട്ടിയ സ്ഥാനത്ത് സന്തോഷമായിട്ട് ഇരുന്നിട്ട് അല്ലേ, ഒന്നിനും പ്രതികരിക്കാതെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടും അല്ലേ. ഇരിക്കുമിടത്തിലിരുന്ന എല്ലാവർക്കും സൗഖ്യമായിരിക്കും. അത് ഓവർടേക്ക് ചെയ്ത് വഴക്കുണ്ടായി പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ പ്രശ്നത്തിലാവും. അതാണ് പറഞ്ഞത്. ഇതൊക്കെ പഠിക്കുമ്പോൾ അതല്ലേ മനസ്സിലാവണല്ലേ നമുക്ക്. ഇവരൊന്നും ആരും ഇല്ലാന്നാണ് ബ്രഹ്മാവ് പറയണത്. ഈ കേട്ടല്ലോ, ഞാൻ ശിവൻ ബ്രഹ്മാവ് നീ അല്ലേ, ഈ ദേവന്മാര് ഈ എല്ലാ ലോകത്തെ ആൾക്കാരിനെ നാഗന്മാർ നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ, പിതൃക്കളെ പ്രാർത്ഥിക്കണ്ടേ, എല്ലാവരിനെയും ഒന്നും അല്ല എന്ന് പറയണ. എല്ലാവരും ഈശ്വരന്റെ അതീന്ദ്രിയ ശക്തിയുടെ വെറും ഒരംശം മാത്രമാണ് നാരദ അല്ലേ, അല്ലാണ്ട് ഇവരൊന്നും ഈശ്വരന്മാരല്ല എന്ന് പറയാണ്. അല്ലയോ കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റ് പാരഗ്രാഫ്. അല്ലയോ നാരദ, ലീലാവതാരങ്ങൾ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ അതീന്ദ്രിയ അവതാരങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ ഓരോന്നായി അരളി ചെയ്യാം. ഇനി അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോണ ഇനി ഈ പറഞ്ഞു ഭഗവാനെ കുറിച്ചൊക്കെ സവിശേഷത പറഞ്ഞു കൊടുത്തു. ഇനി എന്താ ഞാൻ പറയാൻ പോണ? അദ്ദേഹത്തിന്റെ ലീല അവതാരങ്ങളെ കുറിച്ച് ഇനി നിനക്ക് പറഞ്ഞു തരാം. അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കുകയാൽ ശ്രവണേന്ദ്രിയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ അശുദ്ധികളും ഇല്ലാതായി തീരുന്നു. നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങൾ വേണ്ടാത്തൊക്കെ ശ്രവിച്ച അല്ലെ ചളി അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഭഗവാന്റെ ലീലകൾ പറയാൻ പോകണം അടുത്ത ചാപ്റ്ററിൽ. അത് കേട്ട നാരദ നമ്മുടെ ചെവിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാ അഴുക്കുകളും അശുദ്ധിയും ഇല്ലാതായി തീരും. ഈ ലീലകളൊക്കെയും ശ്രവണ മധുരവും ആസ്വാദികരവുമാണ്. ആകയാൽ അവയെല്ലാം എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് ബ്രഹ്മാവ് പറയണം. അങ്ങനെ ബ്രഹ്മാവ് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പോകും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. പുരുഷ സൂക്ത സമർപ്പണം എന്ന ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത 7-ാമത്തെ ചാപ്റ്ററിലാണ് നമുക്കിനി ലീല അടുത്ത മാസം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്നല്ല ഉദ്ദേശിച്ചത്, ചോദിക്കാം, അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. സംശയം ഉണ്ടോ? മനസ്സിലായില്ലേ? എനിക്ക് അതാണ് അവിടെ പറഞ്ഞു വന്നത്. കാരണം ഈശ്വരൻ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അത് അല്ലേ കൃഷ്ണനാണ്, ബ്രഹ്മാവ് പറഞ്ഞു തന്നു. അത് വ്യക്തി സ്വരൂപമാണെന്ന് പറഞ്ഞു. തേജസ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പ്രഭാവമാണ്, ബ്രഹ്മജ്യോതിനും ഒക്കെ പറഞ്ഞു തന്നു അല്ലേ. ഇവരാരും ഈശ്വരനല്ല, അവർക്ക് അവർക്ക് 2 ശക്തികളുണ്ട്. അത് കേവലം ഒരു അംശമാണെന്ന് ആ ശക്തി. അത് ഇത്ര ഉണ്ടെങ്കിൽ ശിവനൊക്കെ മഹായോഗിയാണ്. അത് വെറും കൃഷ്ണ ഭഗവാന്റെ ഒരു അംശമാണെന്ന് ആ ശക്തികള്. അപ്പൊ ബാക്കി ഭഗവാന്റെ നമുക്ക് ഊഹിക്കാനോ പറയാനോ പറ്റില്ല അല്ലെ. അതാണ് ഹരേ കൃഷ്ണ. അപ്പോ ഭാഗവതം ഫുള്ള് പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വിനയം വരും അല്ലെ. ശരിക്കും വിനയവും സ്നേഹവും സമർപ്പണവും അല്ലെ. എവിടെ നോക്കിയാലും ഒരു സ്നേഹം നമുക്ക് വരും. ഭാഗവതം കഴിഞ്ഞ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് വരും. ഇല്ല പറയില്ല ബ്രോ, പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ. നമുക്ക് വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റും. അവര് പറയുന്ന വർത്താനങ്ങൾ മനസ്സിലാവും, അവര് ശരിക്കും ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.